ഹായ്ഡ മക്കളെ, എല്ലാവർക്കും എക്സാം എളുപ്പമായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും ഒന്ന് കടന്നു പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വിമ്മിങ് ഈസ് പോസിബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് അല്ലേ. നമ്മുടെ ആൻസർ വരിക തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് മൊമെൻറ്റം ഉണ്ട്, ഇനിഷ്യൽ മൊമെൻറ്റം ഉണ്ട്, ഫൈനലി അത് സ്റ്റോപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ഫൈനൽ മൊമെൻറ്റം അപ്പോൾ എന്തായി? 0 ആയി. നമുക്ക് വേണ്ടത് ഫോഴ്സാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, F is equal to എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ഫൈനൽ മൊമെൻറ്റം 0, ഇനിഷ്യൽ മൊമെൻറ്റം 25 ന്യൂട്ടൺ, അതിനെടുക്കുന്ന ടൈം 10⁻². സോ നമ്മുടെ ആൻസർ 2500 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, എ യൂണിഫോം തിക്ക് റോപ്പ് ഓഫ് ലെന്ത് 4 മീറ്റർ. നമ്മുടെ റോപ്പ് 4 മീറ്റർ ലെന്ത് ആണ്, അതിൻ്റെ മാസ് m ആണ്. ഈസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് ആൻഡ് ഫോഴ്സ് F ഈസ് അപ്ലൈഡ് ടു വൺ ഓഫ് ഇറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ F എന്ന് പറയുന്ന ഫോഴ്സ് എന്താ ചെയ്യുന്നത്? F ചെയ്യുന്നത് അതിൻ്റെ പുറകിലേക്കുള്ള മൊത്തം മാസിനെ വലിക്കുക ചെയ്യുന്നത് അല്ലേ. m ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് A എന്ന് അങ്ങ് കൊടുക്കാം. കാരണം നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എഫിൻ്റെ ടേംസിലാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് അറ്റ് 2 മീറ്റർ ഫ്രം ദിസ് എൻഡ് ആണ്. അപ്പോൾ മൊത്തം 4 മീറ്റർ ആണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൽ നിന്ന് പുറകിലേക്ക് മാറി 2 മീറ്ററിലുള്ള ടെൻഷൻ, ഇവിടുത്തെ ടെൻഷനാണ് നമുക്ക് വേണ്ടത്. സോ ആ ടെൻഷൻ എന്തായിരിക്കും ചെയ്യുക? അതിൻ്റെ പുറകിലേക്കുള്ള മാസിനെ വലിക്കുക ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ആ പുറകിലേക്കുള്ള മൊത്തം ലെന്ത് എത്രയാണ്? 2 മീറ്ററാണ്. അപ്പം യൂണിറ്റ് ലെന്തിൻ്റെ മാസ് 4 മീറ്ററിൻ്റെ മാസാണ് m. സോ യൂണിറ്റ് ലെന്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് എന്നാന്ന് കൊടുക്കാം? m/4 എന്ന് കൊടുക്കാം. യൂണിറ്റ് ലെന്തിൻ്റെ മാസ് m/4. അപ്പോൾ പുറകിലേക്കുള്ള മൊത്തം ലെന്ത് എത്രയാണ്? 2 മീറ്ററാണ്. അപ്പോൾ പുറകിലേക്കുള്ള മൊത്തം മാസിനെ നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. പുറകിലേക്കുള്ള മൊത്തം മാസിനെ യൂണിറ്റ് ലെന്തിൻ്റെ മാസ് ഇൻറ്റു പുറകിലേക്കുള്ള ലെന്ത് എത്രയാണ്? 2 മീറ്റർ ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് എഴുതാം. സോ 2 4 കട്ട് ചെയ്താൽ 2 വരും. സോ m ഇൻറ്റു എയ്ക്ക് പകരം നമുക്ക് F എന്ന് കൊടുക്കാം. സോ F/2 എന്ന് നമ്മളെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ എ മാസ് m ഇൻ ട്രാവലിംഗ് എ സർട്ടൺ ഡിസ്റ്റൻസ് d ഫ്രം റെസ്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്കറിയാം അല്ലേ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു വർക്ക് ഡൺ ആണ്. അപ്പം തുടങ്ങിയത് റെസ്റ്റിൽ നിന്നാണ്. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 വരും. സോ അവിടെയുള്ള കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു വർക്ക് ഡൺ ആണ്. വർക്കിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ മാസിന് എന്താണ്, മാസുമായിട്ടുള്ള റിലേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മാസുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. വർക്ക് എനർജി തിയറം. അടുത്തത് നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വന്നിട്ടുണ്ട്. വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ. എന്താ ചെയ്യുക? നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമുക്ക് വർക്ക് ഡൺ കിട്ടാനായിട്ട് ഫസ്റ്റ് ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് 3 ആണ്, ഹൈറ്റ് 20 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ബേസ് 3 ആണ്, ഹൈറ്റ് 20 ആണ്. സോ നമുക്ക് 3 × 20 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 60 ജൂൾ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. ദി കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഡിക്രീസസ് ബൈ 19%. അപ്പോൾ എത്രമാത്രം ചേഞ്ച് അതിൻ്റെ മൊമെൻറ്റത്തിന് ഉണ്ടാകുമെന്നാണ് നമ്മൾ അതിനൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന ഡിക്രീസ് n% ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 1 - n/100 raised to 1/2 -1 into 100 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. നമ്മുടെ n% എന്ന് പറയുന്നത് 19 ആണ്. സോ 1 - 19 ഡിവൈഡഡ് ബൈ 100 റേസ് ടു 1/2 -1 into 100. നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. 100 - 19 81/100 റേസ് ടു 1/2 -1 into 100. സോ നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുവാണെങ്കിൽ 9/10 -1 into 100.
that is equal to -1/10 into 100. That is 10% നമുക്ക് കിട്ടും അല്ലേ. ഡിക്രീസിങ് ആണ്, സോ മൈനസ് സൈൻ ആണ്. സോ ഡിക്രീസസ് ബൈ 10% എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്, ആ ഇക്വേഷൻ വെച്ച് ആൻസർ ചെയ്യുക. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. തീർച്ചയായിട്ടും ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ഇനിഷ്യൽ ഫൈനൽ പോയിന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ വർക്ക് ഡൺ എന്ത് വരും? 0 വരും. ഫ്രിക്ഷൻ ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല, ഫ്രിക്ഷൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷനും വിസ്കസ് ഫോഴ്സും ഒക്കെ നോൺ കൺസർവേറ്റീവ് ആണ്. അടുത്തത് മൊമെൻറ്റം ഉണ്ട്, ഫോഴ്സ് ആണ് വേണ്ടത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് ലീനിയർ മൊമെൻറ്റം 3t+4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്തത് നമുക്ക് വേണ്ടത് പവർ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ടൈം ചെയ്യാം. സോ പവർ നമുക്ക് എന്നാന്ന് എഴുതാം? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. ഒരു പർട്ടിക്കുലർ ടൈമിലെയാണ്. സോ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ സ്ഥാനത്ത് m ഇൻറ്റു ജി, ഫോഴ്സ് mg. വെലോസിറ്റിയുടെ സ്ഥാനത്ത് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. സോ 600 വാട്ട് എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സെൻട്രിപെറ്റൽ ഫോഴ്സ്, യൂണിഫോം സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. സോ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. സോ തീറ്റ 90 ആയതുകൊണ്ട് വർക്ക് ഡൺ എപ്പോഴും അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. W is equal to F.S ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് 3i ക്യാപ്പ് + 2j ക്യാപ്പ് - 5k ക്യാപ്പ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക അല്ലേ. 2i - i ദാറ്റ് ഈസ് i, j - 2j ദാറ്റ് ഈസ് നമുക്ക് എന്നാന്ന് എഴുതാം? +3j എന്ന് എഴുതാം, -5k. സോൾവ് ചെയ്യുമ്പോൾ 3 + 6 + 25 34 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ എനർജിയുടെ യൂണിറ്റ് ആണ്. അടുത്തത് ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എത്രയാണ്? μg ആണ്. ദാറ്റ് ഈസ് μ 4.4 ആണ്, g 10 ആണ്. ആക്സിലറേഷൻ 4 എന്ന് കിട്ടി. അവിടെ കൊടുക്കാം. ആ ഒരു രണ്ട് സിസ്റ്റവും ടുഗദറായിട്ട് മൂവ് ചെയ്യാൻ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സാണ്. സോ F is equal to ടോട്ടൽ മാസ് 9 ആണ്, ആക്സിലറേഷൻ 4 ആണ്. സോ 36 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ഫ്രിക്ഷൻ നെസസറി ഇവിലാണെന്ന് നമുക്കറിയാം. ലൂബ്രിക്കൻസ് ഒക്കെ വെച്ച് അത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് വെലോസിറ്റി അല്ല, ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ആണ്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സർഫസിലെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 തെറ്റാണ്. കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ 1ഉം 2ഉമാണ്. ഓക്കെ. ഇവിടെയും സെയിം തന്നെ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ W is equal to F.S ആണ്. എഫിൻ്റെ വാല്യൂ 4i - 3j + 2k. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. 3 - 1 2i ക്യാപ്പ് + 2 - 1 j ക്യാപ്പ് + k ക്യാപ്പ്. സോൾവ് ചെയ്യുമ്പോൾ 8 - 3 + 2 ദാറ്റ് ഈസ് നമുക്ക് എന്നാന്ന് കിട്ടും? ആൻസർ 7 എന്ന ആൻസർ കിട്ടും. ഓക്കെ. ക്ലോസ്ഡ് ലൂപ്പാണ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ക്ലോസ്ഡ് ലൂപ്പാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും, വർക്ക് 0 വരും. ഓക്കെ. പുള്ളിയുടെ കേസിൽ ആക്സലറേഷൻ ഡിഫറൻസ് ഇൻ മാസ് ബൈ ടോട്ടൽ മാസ്. ആക്സലറേഷൻ A is equal to ഡിഫറൻസ് ഇൻ മാസ് 10 - 5 ബൈ ടോട്ടൽ മാസ് ഇൻറ്റു g ദാറ്റ് ഈസ് g/3 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരിക ഓപ്ഷൻ 2 ആണ്. നമ്മുടെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, പകരം മൊമെൻറ്റമാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്. എല്ലാ കൊളീഷനും കൺസേർവ്ഡ് ആയിട്ടുള്ളത് മൊമെൻറ്റമാണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഒരു വെർട്ടിക്കൽ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അവിടെ ഇല്ല. സോ മെക്കാനിക്കൽ എനർജിയുടെ വാല്യൂ അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. നമുക്ക്
10 ഇലക്ട്രോൺ വോൾട്ടിനെ ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജീനെ ജൂളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. സോ 10 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിൻ്റെ സ്ഥാനത്ത് 1.6 ഇൻറ്റു 10⁻⁻19 കൊടുക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ 4 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അടുത്തത് സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്കറിയാം. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ½kx² ആണ്. ആദ്യം നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 15 ജൂളാണ്. ½ kx² 15 ജൂളാണെന്നുണ്ട്. ഇപ്പോൾ ആദ്യം x1 ആയിരുന്നു, ഇപ്പോൾ ഒന്നും കൂടി കൂട്ടി, ദാറ്റ് മീൻസ് 2x ആയി അല്ലേ. അപ്പോൾ u' = ½ k2x² എന്ന് എഴുതാം. ആ 2ൻ്റെ സ്ക്വയറിനെ മാറ്റി നിർത്തിയാൽ 4 ഇൻറ്റു ½ kx². u എന്ന് കൊടുക്കാം. സോ 4 ഇൻറ്റു u 50. സോ 4 ഇൻറ്റു 50 200 എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10 മീറ്റർ ടുവേർഡ്സ് റൈറ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് 20 cos 60 ആയിരിക്കും റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 10 ആണ്. സോ 200/2 ദാറ്റ് ഈസ് 100 എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എല്ലാ കൊളീഷനിലും കൺസേർവ്ഡ് ആയിട്ടുള്ളത് മൊമെൻറ്റമാണ്. ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം. കൺസർവേറ്റീവ് ഫോഴ്സ് = നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് -d/dx ഓഫ് x² + x + 3 ചെയ്യുമ്പോൾ 2 - 2x + 1 ദാറ്റ് ഈസ് -2x - 1 ദാറ്റ് ഈസ് ഓപ്ഷൻ 4. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മൊമെൻറ്റം സ്കെയിലാർ ആണോ? അല്ല. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? m × v വെക്ടർ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും ലീനിയർ മൊമെൻറ്റത്തിനും ഉണ്ടാവുക. ദാറ്റ് ഈസ് മൊമെൻറ്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. r റേഡിയസ് ഉള്ള സർക്കുലാർ മോഷനാണ്. r ആണ് റേഡിയസ്. റേഡിയൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സ് F = mv²/r. ഞാനൊരു കാര്യം ചെയ്തു, മുകളിൽ ഒരു m താഴെ ഒരു m. സോ m² v² p² എന്ന് എഴുതാം. സോ p²/rm എന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ്, റേഡിയൽ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് p²/rm. നമുക്ക് ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് ടൈം ഗ്രാഫാണ്. സോ ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടത് ഇമ്പൾസ് ഓൺ ദ ബോഡി അറ്റ് t = 2 സെക്കൻഡാണ്. അപ്പം നമുക്ക് ഫൈനൽ മൊമെൻറ്റം അങ്ങ് കണ്ടുപിടിക്കാം അല്ലേ. ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണെന്ന് കിട്ടി നമുക്ക്. ഫൈനൽ മൊമെൻറ്റത്തിന് കിട്ടണമെങ്കിൽ മാസ് ഇൻറ്റു, ഇവിടെ പക്ഷേ ഫോഴ്സ് ടൈം അല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ നമ്മൾ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഈ 2 എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റി ദാറ്റ് മീൻസ് ഇവിടുത്തെ സ്ലോപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. മാസ് 2 കിലോഗ്രാം എന്നുണ്ട്. വെലോസിറ്റി ഇവിടെ വെലോസിറ്റി എടുക്കുമ്പോൾ ഈ ടൈമിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്താൽ എന്നാ കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് എന്നാന്ന് എഴുതാം? 5/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് = 5/2 ദാറ്റ് ഈസ് = 2.5 എന്ന് എഴുതാം. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം 2.5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് പെട്ടെന്ന് ശ്രദ്ധിക്കണം. ഫോഴ്സ് ടൈം ഗ്രാഫ് അല്ല, പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ അതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. നമുക്ക് ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് = മെയിൻ സ്കെയിലുള്ള ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ വെർനിയർ സ്കെയിൽ നമുക്ക് എഴുതാം. സോ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് വെർനിയർ ഡിവിഷൻസ് ആണ് വേണ്ടത്. നമ്പർ ഓഫ് വെർനിയർ ഡിവിഷൻസ് എന്ന് പറയുന്നത് വെർനിയർ ഡിവിഷൻസ് = മെയിൻ സ്കെയിലുള്ളത് 0.5 മില്ലിമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ലിസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ 0.005 സെൻറ്റിമീറ്റർ. ഞാൻ അതിനെ 0.05 × 10⁻³ എന്ന് എഴുതുന്നു. സോ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ആൻസർ 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ലിസ്റ്റ് കൗണ്ടാണ് വേണ്ടത്. ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ സ്ക്രൂ ഗേജിൻ്റെയാണ്. നമുക്ക് പിച്ച് തന്നിട്ടുണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്.
ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് സർക്കുലർ സ്കെയിലുള്ളത് 200 ആണ്. സോ നമുക്ക് 10⁻³ 1/200 ദാറ്റ് ഈസ് 10⁻² ഇൻറ്റു 0.5 മില്ലിമീറ്റർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0.005 മില്ലിമീറ്റർ. ഓപ്ഷൻ 3 വരും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് നമുക്ക് ടോട്ടൽ റീഡിംഗ് ആണ് വേണ്ടത്. മെയിൻ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു ഡിവിഷൻ ഇൻ ദി സർക്കുലാർ സ്കെയിലാണ്. മെയിൻ സ്കെയിലുള്ള റീഡിംഗ് എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആണ്, പ്ലസ് ലീസ്റ്റ് കൗണ്ട് 0.01 മില്ലിമീറ്റർ ആണ്, ഇൻറ്റു ആ സർക്കുലാർ സ്കെയിൽ കാണിച്ചിരിക്കുന്ന റീഡിങ് 30 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 2.30 മില്ലിമീറ്റർ എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. മാസ് ഇവിടെ F is equal to ma ആണ്. സോ A is equal to F/m ആണ് അല്ലേ. സോ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്നാ ചെയ്തത്, ഫോഴ്സിനെ ഡബിൾ ചെയ്തു, മാസിനെ ഹാഫാക്കി. ദാറ്റ് ഈസ് 2a എന്ന് നമുക്ക് എഴുതാം, 4a എന്ന് നമുക്ക് എഴുതാം. സോ റേഷ്യോ എടുക്കുമ്പോൾ 1:4 എന്ന് ആൻസറിലേക്ക് എത്തും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാനും കൂടെ പറ്റും. സോ ഇവിടുത്തെ ടെൻഷൻ ടി AB ആണെന്നിരിക്കട്ടെ. സോ ഇത് T cos 60 എന്ന് എഴുതാം, ഇത് T sin 60 എന്ന് എഴുതാം. സോ അവർ ഇക്വേറ്റ് ചെയ്യുക. ഇക്വിലിബ്രിയം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ T sin 60യുടെ വാല്യൂ എത്രയാണ് കുഞ്ഞുങ്ങളെ? √3/2. T sin 60 ഈക്വൽ ടു വെയിറ്റ് m × g, 10 × g. അടുത്ത കേസിൽ TAB ആണ് കണ്ടുപിടിക്കേണ്ടത്. TAB ഇസ് ഈക്വൽ ടു T cos 60 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ടിയുടെ വാല്യൂ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 20g/√3 ഇൻറ്റു cos 60 1/2 ദാറ്റ് ഈസ് 10g ദാറ്റ് ഈസ് 100/√3 എന്ന് നമുക്ക് ആൻസറിലേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കീവേഡ് ഇക്വിലിബ്രിയം ആണ്. സോ നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പാരൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിൻ്റെ ടൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ലിഫ്റ്റ് മൂവ് ചെയ്യേണ്ടത് അപ്വേർഡ് ആയിരിക്കണം. കാരണം എന്താ, അപ്വേർഡ് ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ആ സെയിം ആക്സിലറേഷൻ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുക. എന്തായാലും കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അപ്പാരൻ്റ് വെയിറ്റും റിയൽ വെയിറ്റും സെയിം ആണ്. സോ എന്തായാലും 3ഉം 4ഉം അല്ല. പിന്നെ ഉള്ളത് മൂവ് ഡൗൺ ചെയ്യുമ്പോൾ, ലിഫ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ നെറ്റ് ആക്സിലറേഷൻ വരിക A-g അല്ലേ. ലിഫ്റ്റ് ഡൗൺവേർഡ് പോകുമ്പോൾ G- A എന്നാണ് വരിക. അപ്പോൾ G+A വന്നാലാണ് വെയിറ്റ് കൂടത്തുള്ളൂ. സോ വെയിറ്റ് കൂടണമെങ്കിൽ ആ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കണം? ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആ സെയിം ആക്സിലറേഷൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് ആക്സിലറേഷൻ G. നമുക്കറിയാം ആക്ഷനും റിയാക്ഷനും തമ്മിലുള്ള ആംഗിൾ, ആക്ഷൻ താഴേക്കാണെങ്കിൽ റിയാക്ഷൻ മുകളിലേക്കാണ്. സോ അവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി. അടുത്തത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഇതാണ് നമ്മുടെ ടേബിള്. മൊത്തം L ലെന്തുള്ള ചെയിനിൽ ഒരു X ലെന്ത് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുവാന്നിരിക്കട്ടെ. മൊത്തം ലെന്ത് അല്ല. അപ്പോൾ മുകളിലുള്ളത് L-X. അപ്പോൾ ഈ ലെന്തിനെ ഇവിടെ ഹാങ് ചെയ്ത് താഴേക്ക് വീഴാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ ടേബിൾ ഇവർ തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് എഴുതാം 0.4 × N ആണ്. Nനെ M × G എന്ന് എഴുതാം. അപ്പോൾ L ലെന്തിൻ്റെ മാസ് ഞാൻ അങ്ങ് M എന്ന് എടുക്കുന്നു. അപ്പോൾ യൂണിറ്റ് ലെന്തിൻ്റെ മാസ് നമുക്ക് M/L എന്ന് എഴുതാം. അപ്പോൾ മുകളിലുള്ള ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ M/L × L-X ആണ്. ടോട്ടൽ മാസ് കിട്ടി. ഇത്രയെന്ന് പറയുന്ന ടോട്ടൽ മാസ്സാണ്. M × G ഈക്വൽ ടു താഴേക്കുള്ള വെയിറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുക. അപ്പോൾ അവിടെയുള്ള M വേണം. യൂണിറ്റ് ലെന്തിൻ്റെ മാസ് ഇൻറ്റു അവിടെയുള്ള ലെന്ത് X ആണ്. സോ ടോട്ടൽ മാസ്സായി G ആയി. M/L G ഒക്കെ കട്ട് ചെയ്ത് കളയാം. സോ സോൾവ് ചെയ്യുക. 0.4L ഇസ് ഈക്വൽ ടു 1.4X ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. X ആണല്ലോ വേണ്ടത്. 4/14 എന്ന് കിട്ടും. 4/14 × L ദാറ്റ് ഈസ് 2/7 × L എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളെന്ന്. ആ ഹാങ് ചെയ്ത് കിടക്കുന്ന വെയിറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ആ ടേബിളിൻ്റെ ടോപ്പിലുള്ള ആ വെയിറ്റ്, അവിടെ ഒരു ടേബിളും ആ ചെയിനും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സാണ് ആ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ചെയിനിനെ അത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്.
ഡയറക്റ്റ് ഇക്വേഷനാണ്. ഒരു എന്താ പറയുക, യൂണിഫോം സർക്കുലാർ മോഷൻ്റെ കേസിൽ അത് തെറിച്ചു പോകാതെ അവിടെ വേണ്ട, അവിടുത്തെ കാറിന് പോകേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് <= (√μs(r)(g) ആണ്. ലെവൽ റോഡിൻ്റെ കേസിൽ ബാങ്ക്ഡ് റോഡ് സ്മൂത്ത് ആണെങ്കിൽ അത് √rg tan θ എന്നും, ബാങ്ക്ഡ് റോഡ് ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണ് എങ്കിൽ അതിൻ്റെ അവിടെ പോകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് √rg μs + tan θ / 1 - μs tan θ എന്നൊക്കെ നമുക്ക് എഴുതാം. ആ റിസൾട്ടുകൾ ഓർത്തിരിക്കണം. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇവർ മൂന്നും തമ്മിലുള്ള റിലേഷൻ. μs ഏറ്റവും കൂടുതൽ, അതിനേക്കാൾ കുറവ് μk, ഏറ്റവും കുറവ് റോളിംഗ് ആയിരിക്കും. സോ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ്, റോളിംഗ് ഫ്രിക്ഷൻ ഏറ്റവും ചെറുതായിരിക്കും, കൈനറ്റിക് മോഡറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് 1 കറക്റ്റ് ആണ് അല്ലേ. നമ്മൾ കാർപ്പറ്റിലൊക്കെ ഒരു വടിയും കൊണ്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും പാർട്ടിക്കിൾ റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇനർഷ്യ കാരണമാണ്, ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. റെസ്റ്റിൽ ഒരു മാംഗോ ട്രീനെ കുലുക്കുമ്പോൾ മാംഗോ വരാനുള്ള കാരണം അതും ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. വെൻ വെഹിക്കിൾ സഡൻലി സ്റ്റോപ്ഡ് ദ പാസഞ്ചർ ടെൻഡ് ടു ഫോൾ ഫോർവേഡ് അല്ലേ, പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. അതെല്ലാം അപ്പോൾ എല്ലാം ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും ഇനേർഷ്യയ്ക്ക്, പ്രത്യേകിച്ചും ആദ്യത്തെ 2 എക്സാമ്പിൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റും, മൂന്നാമത്തെ കേസ് ഇനേർഷ്യ ഓഫ് മോഷനും എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് ചൈൽഡിൻ്റെ മാസ് 25 ആണ്. സോ വെയ്റ്റ് 250 വരും. അവിടെ കൊടുക്കാൻ പറ്റുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. സോ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ് 250 - 200 = മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദറ്റ് ഈസ് 50 = 25a. a = 2 m/s² എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എനർജി കൺസർവേഷൻ ആണ് ബ്ലോക്ക് വരുമ്പോൾ ഉള്ളത്. കൈനറ്റിക് എനർജി ½mv². സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ മാറുമ്പോൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ½kx². സോ v² = k/m × x². സോ റൂട്ട് എടുക്കുക, √k/m ഇൻറ്റു സ്പീഡ് എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കൈനറ്റിക് എനർജി = p² / 2m ആണ്. ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. സോ p1² / 2m1 = p2² / 2m2 ആണ്. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ p1/p2ൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. സോ √m1/m2 ദാറ്റ് ഈസ് 1:4 1:2 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം ½ ആണ്. നമ്മളൊരു കാര്യം ചെയ്തു, മുകളിലും താഴെയൊക്കെ ഒരു k ഇടുമ്പോൾ k² x²നെ f² എന്ന് എഴുതാം. u = f² / 2k എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതിനകത്ത് ഇവിടെ നോക്കൂ, യുവും കെയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. u = 1/k. സോ u1/u2 = k2/k1. ദാറ്റ് ഈസ് 2:1 എന്നായിരിക്കും നമ്മുടെ ആൻസർ എത്തുക. അല്ലാതെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു k ഇട്ട് ചെയ്യരുത്, കാരണം ഇവിടെ സെയിം ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ടേമിൽ ഇക്വേഷൻ മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് വർക്ക് ഡൺ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡൺ 0 ആകണമെങ്കിൽ അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്താവണം? 90 ആവണം. തീറ്റ 90 വരുമ്പോൾ cos 90 എന്ത് വരും? 0 വരും. വർക്ക് 0 വരും. അടുത്തത് നമുക്കറിയാം, ഈക്വൽ മാസ് ഇലാസ്റ്റിക് കൊളീഷനാണ് എങ്കിൽ കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റീസ് എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്തത് നമുക്ക് വർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വർക്ക് = fs cos θ ആണ്. f.s fs cos θ ആണ്. വർക്ക് 25 ആണ്, ഫോഴ്സ് 5 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 10 ആണ്, cos θ ആണ് വേണ്ടത്. സോ cos θ = 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് θ = 60 ഡിഗ്രി എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹായ് ഓൾ, എല്ലാവരും DTS6 എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് എഴുതിയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം.
ക്വസ്റ്റ്യൻ നമ്പർ 46 മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെലക്ട് ദി എലമെൻറ്റ് ഓഫ് ലാർജസ്റ്റ് അറ്റോമിക് സൈസ് എമംഗ് ദി ഫോളോയിങ്. പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നമ്മൾ ട്രെൻഡ് പഠിക്കുമ്പം ഡൗൺ ദി ഗ്രൂപ്പ്, റേഡിയസ്, ഇൻക്രീസസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് അറ്റോമിക് സൈസ് അല്ലെങ്കിൽ റേഡിയസ് വരുന്ന എലമെൻറ്റ് ഏതാ? റുബീഡിയം ആണ് അല്ലേ? ആൽക്കലി മെറ്റൽസിൽ ഡൗൺ ദി ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും താഴെ വരുന്ന ആളാണ് റുബീഡിയം അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് സൈസ് വരുന്നത് റുബീഡിയത്തിനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെയർ ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പീരീഡിലെ ലിഥിയം, സെക്കൻഡ് പീരീഡിലെ മഗ്നീഷ്യവുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുക അല്ലേ? അതേപോലെ തന്നെ ബെർലിയം അലൂമിനിയവുമായിട്ട് അല്ലേ? ഇങ്ങനെ ഡയഗണൽ പെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏതാ? ലിഥിയം സോഡിയം എന്ന് പറയുകയില്ല, പകരം എന്താ പറയുക? ലിഥിയം ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയഗണൽ പെയർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി നോൺ പോളാർ മോളിക്യൂൾ എമംഗ് ദി ഫോളോയിങ്. ഏതാണ് നോൺ പോളാർ മോളിക്യൂൾ? വാട്ടർ പോളാർ ആണ്, അമോണിയ പോളാർ ആണ്, PCl3യും പോളാർ ആണ്. അതേസമയം റെഗുലർ ജോമെട്രി ഉള്ള മോളിക്യൂൾ ആണ് XCF2. XCF2ൻ്റെ ഷേപ്പ് ലീനിയർ ആണ്. അപ്പോൾ XCF2ൽ 2 ആക്സിയൽ ബോണ്ടുകളുണ്ട്, ലീനിയർ ആയിട്ടാണ് നിൽക്കുക. അതുകൊണ്ട് ഈ മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് 0 വരുന്ന മോളിക്യൂളുകൾക്കാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. Therefore, correct answer option 4 ആണ്. Which among the following involve intramolecular hydrogen bond? intramolecular hydrogen bond വരുന്നത് ഓർത്തോനൈട്രോഫിനോളിലാണ്. ഓർത്തോനൈട്രോഫിനോൾ ആണ് കറക്റ്റ് ആൻസർ. H2O2, അതുപോലെ തന്നെ പാരാനൈട്രോഫിനോൾ, HFലൊക്കെ നമ്മൾ പഠിച്ചു. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ് വരിക. ഇൻട്രാ വരുന്ന ഒരേ ഒരു മോളിക്യൂൾ മാത്രമേ ഓപ്ഷനിലുള്ളൂ. അതേതാണ്? ഓർത്തോനൈട്രോഫിനോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. Which among the following species is diamagnetic in nature? O2, N2 plus, C2, 2 minus, O2 minus. ഇതിൽ ഡയാമാഗ്നറ്റിക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുക. O2 16 ആണ്, N2 പ്ലസ് 13 ആണ്, C2 2 മൈനസ് 14 ഇലക്ട്രോൺസ് ആണ്, O2 മൈനസ് 17 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിൽ ഓഡ് നമ്പർ വരുന്ന 13, 17 ഇതെല്ലാം പാരാമാഗ്നറ്റിക് ആയിരിക്കും. 14 വന്നാൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. 16 എക്സെപ്ഷൻ ആണ്, അത് ഈവൻ നമ്പർ ആണെങ്കിലും അത് പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഡയാമാഗ്നറ്റിക് ഒരേ ഒരു അയോൺ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് C2 2 മൈനസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോളിക്യൂൾ ഓഫ് ഹയസ്റ്റ് ലാറ്റിസ് എനർജി എമംഗ് ദി ഫോളോയിങ്. ലാറ്റിസ് എനർജിയുടെ ട്രെൻഡ് ചോദിക്കുമ്പോൾ അയോൺസിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ പറയും. സൈസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് ലാറ്റിസ് എനർജി. ഈ ഓപ്ഷൻസിലെല്ലാം ലിഥിയം കാറ്റയോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇത്രയും ഹാലജൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സൈസ് കുറവുള്ളത് ഏതാ? ഫ്ലൂറിനാണ്. അപ്പോൾ സൈസ് കുറയുമ്പോൾ ലാറ്റിസ് എനർജി കൂടും. അതുകൊണ്ട് ഹയസ്റ്റ് ലാറ്റിസ് എനർജി ഉള്ളത് ലിഥിയം ഫ്ലൂറൈഡിനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് എമംഗ് ദി ഫോളോയിങ്. NO നൈട്രജനിൽ 7 ഇലക്ട്രോൺസ് ആണ് വരിക. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് NO. അപ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. NO ആണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് SF4. സൾഫറിനെ സറൗണ്ട് ചെയ്ത് 4 ഫ്ലൂറിൻ ആറ്റംസ് ആണ് വരിക. അപ്പോൾ SF4ൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/2 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് നമ്പർ ഓഫ് ഫ്ലൂറിൻ, നമുക്ക് 5 എന്ന് കിട്ടും. 5 വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d ആണ്. ഈ മോളിക്യൂളിൻ്റെ ഷേപ്പും പഠിച്ചിട്ടുണ്ട്. സീസോ ഷേപ്പുള്ള ഒരു മോളിക്യൂളാണ് SF4. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എയിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും കറക്റ്റാണ്. എന്നാൽ SF6നെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഈസ് പ്രസൻറ്റ് ഇൻ SF6. നമുക്കറിയാം SF6 ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. 6 ബോണ്ടുകൾ ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഈ ബോണ്ടുകൾ തമ്മിലുള്ള എല്ലാ ബോണ്ട് ആംഗിൾസും സെയിം ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി, 180 ഡിഗ്രി അല്ല കേട്ടോ. SF6ലെ എല്ലാ ബോണ്ടുകളും 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബി തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ഫോൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ്.
Next question, select the correct statement among the following. Germanium is known as Eka aluminum എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ ബോറോൺ അലൂമിനിയം അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പാണ് അല്ലേ, ഒരു അൺഡിസ്കവേർഡ് എലമെൻറ്റിന് അവിടെ ഒരു പ്ലേസ് കൊടുത്തിരുന്നു. അപ്പം അതാണ് സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ കാർബണിനും സിലിക്കണിനും താഴെയായിട്ടൊരു എലമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ജെർമേനിയം. ബോറോണിനും അലൂമിനിയത്തിനും താഴെ വന്നത് ഗാലിയമായിരുന്നു. അപ്പോൾ ഗാലിയത്തിന് മെൻഡലീവ് ഒരു പേര് കൊടുത്തിരുന്നു, എന്താണ്, അലൂമിനിയത്തിനെ പോലെ ബിഹേവ് ചെയ്യുന്ന എലമെൻ്റ് ആണല്ലോ, എക്ക അലൂമിനിയം എന്നാണ് ആ പേര്. ജെർമേനിയത്തെയാണ് എക്ക സിലിക്കൺ എന്ന് വിളിക്കുക. പക്ഷേ ഇവിടെ തന്നേക്കുന്നത് തെറ്റിച്ച കൊടുത്തേക്കുന്നത് ജെർമേനിയം ഈസ് നോൺ ആസ് എക്ക അലൂമിനിയം എന്നല്ല പറയുക, ഗാലിയം ഈസ് നോൺ ആസ് എക്ക അലൂമിനിയം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇനി നോബിൾ ഗ്യാസസ് എക്സിബിറ്റ് വെരി ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റി, ഒരിക്കലുമല്ല, നോബിൾ ഗ്യാസസ് ആർ നോൺ റിയാക്റ്റീവ് അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് എന്നുള്ളതാണ് കറക്റ്റ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് together with the S block elements are known as representative elements. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും കളക്റ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ആക്ടിനോയിഡ് എലമെൻറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ട്രാൻസ് യുറാനിക് എന്നുള്ളത് തെറ്റാണ്. ആക്ടിനോയിഡിൻ്റെ ആ ഒരു സീരീസിൽ യുറേനിയം കഴിഞ്ഞിട്ടുള്ളവരെ മാത്രമേ ട്രാൻസ് യുറാനിക് എന്ന് വിളിക്കുകയുള്ളൂ. എല്ലാ ആക്ടിനോയിഡും ട്രാൻസ് യുറാനിക് ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. Next question, which among the following molecular species does not exist? മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് ഹീലിയം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും അല്ലേ. ഹീലിയം നോബിൾ ഗ്യാസ് ആണല്ലോ. അപ്പോൾ ഹീലിയം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്, കാരണം നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോൺസിനെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 ആണ്, ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസും 2 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബോണ്ട് ഓർഡർ 0 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പറയുക ദിസ് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹീലിയം മോളിക്യൂൾ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4 ആണ്. Which one of the following hydrogen bond will be of highest bond energy? ഹൈഡ്രജൻ ഫ്ലൂറിനുമായിട്ടും നൈട്രജനായിട്ടും ഓക്സിജനുമായിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ കാണുന്നത് HFലാണ്, ദാറ്റ് ഈസ് ഹൈഡ്രജനും ഫ്ലൂറിനും ഇടയ്ക്കാണ്. അപ്പോൾ ഈ ബോണ്ടിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ബോണ്ട് എനർജി കൂടുതലായിരിക്കും. അപ്പം ഏതാണ് ബോണ്ട് എനർജി കൂടുതലുള്ള ഹൈഡ്രജൻ ബോണ്ട്? തീർച്ചയായിട്ടും HFലെ ഹൈഡ്രജൻ ബോണ്ടിനാണ് ബോണ്ട് എനർജി ഏറ്റവും കൂടുതൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. എലമെൻറ്റ് ഓഫ് ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എമംഗ് ദി ഫോളോയിങ്. സെക്കൻഡ് പീരീഡിലെ എലമെൻസിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓർഡർ എഴുതുമ്പോൾ ലിഥിയം, ബോറോൺ, ബെറിലിയം, ദെൻ കാർബൺ, ദെൻ ഓക്സിജൻ, ദെൻ നൈട്രജൻ. നമ്മൾ പറയും നൈട്രജൻ ഈസ് സ്റ്റേബിൾ അല്ലേ. സ്റ്റേബിൾ എലമെൻറ്റ് ഹാവ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എലമെൻറ്റുകളിൽ വെച്ചിട്ട് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരിക നൈട്രജൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് റേഡിയൈ ഓഫ് ഗിവൺ സ്പീഷീസ്. ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന സ്പീഷീസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. Cl-, S2-, P3-. ഇവരെല്ലാവരും 18 ഇലക്ട്രോൺസ് ആണ് വരിക. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഇതിനകത്ത് റേഡിയസ് ഏറ്റവും കൂടുതലുള്ളത് P3-നും റേഡിയസ് ഏറ്റവും കുറവ് വരുന്നത് Cl-നുമാണ്. ആസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, size of isoelectronic species also increases എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IUPAC symbol for the element having atomic number 106. 106 എന്ന് പറഞ്ഞ എലമെൻറ്റ്, 1ന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ അൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ U ആണ്. 0ക്ക് നില്ലെന്ന് എഴുതും, ഫസ്റ്റ് ലെറ്റർ N ആണ്. 6ന് ഹെക്സ് എന്നാണ്, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ H ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. UNH എന്നാണ് 106 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സിമ്പിൾ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി സ്ട്രക്ചർ ഓഫ് XeF2 നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം. XeF4 ആണ്, XeF4. അപ്പോൾ സെനോൺ ഫ്ലൂറിനുമായി ചേർന്ന് ബോണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സെനോണിനെ സറൗണ്ട് ചെയ്ത് ഒരു പ്ലെയിനിൽ 4 ബോണ്ടുകളാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഷേപ്പ് സ്ക്വയർ എന്നുള്ള രീതിയിൽ പറയുക അല്ലേ. അപ്പോൾ XeF4ൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ പ്ലാനാർ അല്ലേ, ഇങ്ങനെ നിൽക്കുകയാണ് സെനോൺ ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലൂറൈഡിൽ എത്ര ലോൺ പെയർ കാണും? സെനോണിന് ആകെ ഉള്ളത് 8 ഇലക്ട്രോൺസ് ആണ്. അതിൽ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. അവരെ നമ്മൾ 2 ലോൺ പെയർ ആയിട്ടല്ലേ കാണിക്കുക. ഇതാണ് XeF4ൻ്റെ ഷേപ്പ്. ഇതിൽ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം എത്രയാണ്? 2 ആണ് ആൻസർ ആയിട്ട് വരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2.
Consider the following species: O2 plus, O2, O2 2 minus, O2 2 plus. Which one of these will have lowest bond order? ബോണ്ട് ഓർഡർ. അപ്പോൾ ലോവസ്റ്റ് ബോണ്ട് ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും ബോണ്ട് ഓർഡറും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ്, ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കറിയാം O2വിന് 16 ഇലക്ട്രോൺസ് ആണ്. O2 പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കുറച്ച് എഴുതുക, 15. O2 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 16ന് 2 ഇലക്ട്രോൺ പോയി, ടോട്ടൽ 14 ആണ്. O2 2 മൈനസ് എന്ന് പറഞ്ഞാലോ 16 പ്ലസ് 2 ഇലക്ട്രോൺ ആഡ് ചെയ്ത് പറയണം, അപ്പോൾ 18 വരും. അപ്പോൾ നമ്മളെങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? 14 ഇലക്ട്രോൺ വന്നാൽ ബോണ്ട് ഓർഡർ 3 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 15 വരുമ്പോൾ ബോണ്ട് ഓർഡർ 0.5 വീതം, പിന്നെ അങ്ങ് കുറയുക അല്ലേ. അപ്പോൾ 2.5 എന്ന് എഴുതും. 16 വരുമ്പോൾ 2 എന്ന് എഴുതും. 17 ഉണ്ടെങ്കിൽ 1.5, 18 ആണെങ്കിൽ 1 അല്ലേ. ഇങ്ങനെ 0.5 വീതം ബോണ്ട് ഓർഡർ കുറച്ച് എഴുതുമല്ലോ. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ലോവസ്റ്റ് ബോണ്ട് ഓർഡർ ഉള്ള ആളെ പെട്ടെന്ന് മനസ്സിലാകും. ആരാണ് ലോവസ്റ്റ് ബോണ്ട് ഓർഡർ ഉള്ളത്? തീർച്ചയായിട്ടും O2 2 മൈനസ് ആണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ 1 അല്ലേ. അപ്പോൾ O2 2 മൈനസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: atom which has electronic configuration 1s2 2s2 2p6 3s2 3p4. അപ്പം ഈ ലാസ്റ്റ് എഴുതിയേക്കണ നമ്പർ ശ്രദ്ധിക്കുക. n = 3യിലാണ് നിൽക്കുന്നത് അല്ലേ. 3 ചേർത്താണ് എഴുതിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരീഡ് 3 ആണ്. ഇനി ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നോക്കേണ്ടത് എന്താ? ഈ വാലൻസ് ഷെല്ലിൽ എസ്സിലും പിയിലുമായിട്ട് ആകെയുള്ള ഇലക്ട്രോൺസ് 6 ആണ്. അപ്പോൾ ഇത് പി ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടണമെങ്കിൽ ഈ 6 എന്ന ഇലക്ട്രോണിൻ്റെ നമ്പറിൻ്റെ കൂടെ 10 ആഡ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ എത്ര വരും? ഗ്രൂപ്പ് 16 എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ എലമെൻറ്റ് നിൽക്കുന്നത് പീരീഡ് 3യിലാണ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് 16ലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. Question number 63. Which molecule does not have tetrahedral geometry? ഈ 4 മോളിക്യൂൾസിൽ 3 പേര് ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ്. എന്നാൽ നമ്മുടെ PCl5ന് ടെട്രാഹിഡ്രൽ ജോമെട്രി അല്ല. PCl5ൻ്റെ ജോമെട്രി എന്താ? ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. ഓക്കെ, ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് PCl5. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ ആൻസർ. കാരണം ഡസ് നോട്ട് ഹാവ് ടെട്രാഹിഡ്രൽ ജോമെട്രി എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. എമംഗ് NaXൽ X എന്ന് പറയുന്നത് ഹാലജൻ ആണ്. അപ്പം ഈ NaXൽ NaF ഉണ്ട് അല്ലേ, ഫ്ലൂറൈഡ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, ബ്രോമൈഡും അയഡൈഡും ഉണ്ട്. ഇതിൽ ആർക്കാണ് കോവാലൻ്റ് ക്യാരക്ടർ കൂടുതൽ? കോവാലൻ്റ് ക്യാരക്ടർ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ കാറ്റയോൺ സ്മോൾ ആയിരിക്കണം, ആനയോൺ ലാർജ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റയോൺ കോമൺ ആണ്, സോഡിയം ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ആനയോൺ വലുതാണോ എന്ന് നോക്കുക. ഏതാണ് വലുത്? അയഡിൻ ആണ് അല്ലേ. അതുകൊണ്ട് Na ആയിരിക്കും മാക്സിമം കോവാലൻ്റ് ക്യാരക്ടർ വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്പീഷീസ് ഹാവിംഗ് ബോണ്ട് ആംഗിൾ ഓഫ് 90 ഡിഗ്രി. 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഉള്ളത് ഒക്ടാഹിഡ്രൽ ജോമെട്രിയിലായിരിക്കും. ഒക്ടാഹിഡ്രൽ ജോമെട്രി ഉള്ള ഒരേ ഒരു മോളിക്യൂളെ ഇവിടെ തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 SF6 ആണ്. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ CH4 NH3 H2O ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. CH4ന് 109 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആണെങ്കിൽ NH3ക്ക് 107 ഡിഗ്രി ആണ്. വാട്ടറിന് 104.5 ഡിഗ്രി ആണ്. അപ്പോൾ CH4 ആൽഫ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, വാട്ടറിന് ആൽഫ 2 എന്ന് കൊടുത്തിട്ടുണ്ട്, അമോണിയയുടെ ബോണ്ട് ആംഗിളിന് ആൽഫ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഓർഡർ ഏതാ? ആൽഫ 1 ഗ്രേറ്റർ ദാൻ ആൽഫ 3 ഗ്രേറ്റർ ദാൻ ആൽഫ 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഇൻ N2+ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ N2+ലെ ആൻറ്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമുക്കറിയാം. മോളിക്കുലാർ ഓർബിറ്റൽസിൽ നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുമ്പം സ്റ്റാർ ഇട്ട് പറയുന്നതാണ് ആൻറ്റി ബോണ്ടിങ്. ഓക്കെ, അപ്പം ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? N2+ലാകെ 13 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 13 ഇലക്ട്രോൺസിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇങ്ങനെ 1 എന്ന് പറഞ്ഞൊക്കെ നിൽക്കും. ആൻറ്റി ബോണ്ടിങ് സ്റ്റാർ ഇട്ടിട്ടുള്ളതിൽ ആകെ കാണുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, 4 ഇലക്ട്രോൺസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഹാസ് ബോത്ത് മെമ്പേഴ്സ് ഫ്രം സെയിം ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പിലുള്ള 2 പേരെ കാണുന്നത് ഫസ്റ്റ് ഓപ്ഷനിലാണ്. ആരൊക്കെയാണ്? ബെറിലിയവും സ്ട്രോൺഷ്യവുമാണ്. ആൻ എലമെൻറ്റ് ഹാവിങ് Z = 117 ബിലോങ്സ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം Z = 118 എന്ന് പറയുന്നത് ഗ്രൂപ്പ് 18ൽ നോബിൾ ഗ്യാസ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും Z = 117 ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഗ്രൂപ്പ് 17, ഹാലജൻ്റെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് ആയിരിക്കും. ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് 17 എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്.
കറക്റ്റ് ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl5 എന്താണ്? ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ആണ്. അതുകൂടാതെ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ sp3d എന്നാണ് പറയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. പ്രഡിക്റ്റ് ദി കറക്റ്റ് ഓർഡർ ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർസ്. ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ നമ്മൾ നോക്കുമ്പം LP റിപ്പൽഷൻ ഏറ്റവും കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് LP-BP ആണ്. ഏറ്റവും കുറവ് റിപ്പൽഷൻ ബോണ്ട് പെയറുകൾ തമ്മിലാണ്, ദാറ്റ് ഈസ് BP-BP. ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ 2-ലാണ്. LP-LP, LP-BP, BP-BP എന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓൺ ക്ലോറിൻ ഇൻ ClF3. ClF3 ഒരു T ഷേപ്പ് മോളിക്യൂളാണ്. ClF3യിൽ ക്ലോറിനെ സറൗണ്ട് ചെയ്ത് 3 ബോണ്ടുകളുണ്ട്. അത് കൂടാതെ ക്ലോറിനിൽ 2 ലോൺ പെയറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ക്ലോറിനിലെ ലോൺ പെയറുകളുടെ എണ്ണം ഓപ്ഷൻ 3 ആണ്. 2 ലോൺ പെയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഷേപ്പ് മാച്ച് ചെയ്യാൻ പറഞ്ഞ് VSCPR തിയറിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ CO3 2- ഷേപ്പ് ചോദിച്ചിട്ടുണ്ട്. ട്രയഗണൽ പ്ലാനാർ ആണ് കേട്ടോ, ട്രയഗണൽ പ്ലാനാർ. H2O എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പാണ്. H2O ബെൻഡ് ഷേപ്പിലാണ് വരിക. SO4 2- ടെട്രാഹിഡ്രൽ ആണ്. I3- ലീനിയർ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3. Which of the following molecule has highest dipole moment? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്രദ്ധിക്കുക, അത് ലീനിയർ ആണ്. അതുപോലെ തന്നെ BF3 ട്രയഗണൽ പ്ലാനാർ ആണ്. ഇത് രണ്ടും റെഗുലർ ജോമെട്രി ആയതുകൊണ്ട് ഇവർക്ക് ഡൈപ്പോൾമെൻറ്റ് ഇല്ല, 0. പിന്നെ ഡൈപ്പോൾമെൻ്റ് ഉള്ളത് അമോണിയയ്ക്കും ഉണ്ട്, NF3ക്കും ഉണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ? NH3യിലാണ് ഡൈപ്പോൾമെൻറ്റുകളെല്ലാം ഒരേ ഡയറക്ഷനിൽ പോകുന്നത്. ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടെ റിസൾട്ടൻറ്റ് കൂടും. അതുകൊണ്ട് കമ്പയറിംഗ് NH3 ആൻഡ് NF3, NH3 ഈസ് ഹാവിങ് ഹൈ ഡൈപ്പോൾമെൻറ്റ്. ദെയർഫോർ ഈ തന്നിരിക്കുന്നതിനകത്ത് ഹയസ്റ്റ് ഡൈപ്പോൾമെൻറ്റ് ആരാണ്? NH3 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. എക്സാമ്പിൾ ഓഫ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് 8 ഇലക്ട്രോണിൽ കൂടുതൽ വരുന്ന എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് മോളിക്യൂൾസിനെ നമ്മൾ സൂപ്പർ ഒക്റ്ററ്റ് എന്നും പറയാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് PCl5. PCl5 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. Which of the following conversion leads to increase in bond order as well as change in magnetic behavior? അപ്പോൾ C2 മൈനസ് ആകുന്ന കൺവേർഷൻ. ഇപ്പോൾ C2 മോളിക്യൂളിൽ 12 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ C2 മോളിക്യൂൾ C2 മൈനസ് ആയി മാറുന്നു. അപ്പോൾ C2ൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 12ഉം C2 മൈനസിന് 13ഉമാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവരുടെ ബോണ്ട് ഓർഡർ എഴുതി വെക്കാം. 12 ഇലക്ട്രോൺ വരുമ്പോൾ ബോണ്ട് ഓർഡർ 2 ആയിരിക്കും. 13 ഇലക്ട്രോൺ വരുമ്പോൾ ബോണ്ട് ഓർഡർ 2.5 ആയിരിക്കും. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈവൻ നമ്പർ ആണെങ്കിൽ ഡയ എന്ന് പറയും. നമ്പർ ഓഫ് ഇലക്ട്രോൺ 13 ഓഡ് നമ്പർ ആകുമ്പോൾ പാര എന്ന് പറയും. അതാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ബിഹേവിയർ. ഇപ്പോൾ ഈ 2 ചേഞ്ചുകളും സംഭവിച്ചിട്ടുള്ള ഒരു കേസാണ് ഏത്? C2 to C2 മൈനസ്. അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. N2യിലൊക്കെ പ്രശ്നം എന്താ? N2ൻ്റെ ബോണ്ട് ഓർഡർ 3 പക്ഷേ N2 മൈനസിൻ്റെ ബോണ്ട് ഓർഡർ 2.5. അപ്പോൾ ബോണ്ട് ഓർഡർ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ആണോ അവിടെ? അല്ല, ഡിക്രീസ് ആണ്. എടുക്കാൻ പറ്റത്തില്ല അല്ലേ? അതേപോലെയാണ് ലാസ്റ്റ് ഓപ്ഷനും കേട്ടോ. 3യിൽ നിന്ന് 2.5ലേക്ക് പോകും. അപ്പോൾ അവിടെ ഡിക്രീസ് ഇൻ ബോണ്ട് ഓർഡർ വരും. ഇനി തേർഡ് ഓപ്ഷൻ എന്താ പ്രശ്നം? O2 മൈനസ് O2 മൈനസിൽ 17 ഇലക്ട്രോൺസ് ആണ്. 17 ഇവിടെ എത്രയാണ്? 16. ഈ 2 നമ്പറുകൾ വരുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, 17 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആണ്. 16 ഈവൻ നമ്പർ ആണെങ്കിലും എക്സെപ്ഷനിൽ വരുന്നത് കൊണ്ട് ഇതെന്തായിരിക്കും? പാര. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മാഗ്നറ്റിക് ബിഹേവിയർ ചേഞ്ച് ചെയ്തിരിക്കണം. 2 പേരും പാര, അങ്ങനെ വരരുത്. ഡയ പാരയാകാം, അല്ലെങ്കിൽ പാര ഡയ ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ ഉണ്ടെങ്കിലേ നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. According to modern periodic law, properties of elements are periodic function of their atomic number. Which of the following species has highest bond order? Highest bond order അവിടെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുക. NO 15 ഇലക്ട്രോൺസ് വരുന്ന ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതേപോലെ തന്നെ B2 10 ഇലക്ട്രോൺസ് വരും. CO 14 വരും. O2 16 വരും. 15 ഇലക്ട്രോൺ വന്നാൽ ബോണ്ട് ഓർഡർ 2.5. 10 വന്നാൽ B2 മോളിക്യൂളാണ് 10 വരുന്നത്. അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. 14 വന്നാൽ നൈട്രജനെ പോലെ തന്നെയാണെന്ന് പറയും. അതിൻ്റെ ബോണ്ട് ഓർഡർ 3 വരും. 16 വന്നാൽ ബോണ്ട് ഓർഡർ വരുന്നത് 2 ആണ്. അപ്പോൾ ആർക്കാണ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ഉള്ളത്? COയ്ക്കാണ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ഉള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്.
ദി പെയർ ഓഫ് സ്പീഷീസ് വിച്ച് ആർ ഐസോസ്ട്രക്ചറൽ, ഒരേ ഷേപ്പ് ഉള്ള ഓപ്ഷൻ ഏതിലാണ് കാണുക നമ്മൾ? ഒരേ ഷേപ്പ് വരുന്നത് NO3 മൈനസും SO3യുമാണ്. ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ. CCl4 ടെട്രാഹെഡ്രലാണ്, പക്ഷേ XCF4 സ്ക്വയർ പ്ലാനാർ എന്ന് പറയും. NH3യുടെ ഷേപ്പ് ചോദിച്ചാൽ പിരമിഡൽ ഷേപ്പ് എന്നും BF3യുടെ ഷേപ്പ് എന്ന് ചോദിച്ചാൽ ട്രയഗണൽ പ്ലാനാർ എന്നും പറയും. I3 മൈനസിൻ്റെ ഷേപ്പ് ബെൻഡാണ്. C2H2ൻ്റെ ഷേപ്പ് ലീനിയർ ആണ്. അപ്പോൾ ഇവരൊന്നും ഒരേ ഷേപ്പിലുള്ളവരല്ല, ഐസോസ്ട്രക്ചറൽ അല്ല കേട്ടോ. അതേസമയം ലാസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നവർ രണ്ടുപേരും ട്രയഗണൽ പ്ലാനാർ ആണ്. അപ്പോൾ അവരെന്താണ്? ഐസോസ്ട്രക്ചറൽ ആണ്. അയോണിക് റേഡിയസ് ഓഫ് F2 മൈനസ് ഗ്രേറ്റർ ദാൻ O2 മൈനസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. രണ്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ് F മൈനസും O2 മൈനസും. ഇതിൽ റേഡിയസ് കൂടുതൽ, നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള ആൾക്കല്ലേ, അപ്പോൾ O2 മൈനസിനല്ലേ റേഡിയസ് കൂടുതൽ വരിക. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് 2ൽ ഇവർ ഐസോ ഇലക്ട്രോണിക് ആണെന്ന് പറഞ്ഞേക്കുന്നത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. For the second period elements, correct increasing order of first ionization enthalpy ഏതാണ്? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ട്രെൻഡിൽ ലിഥിയം, ബോറോൺ, ബെറിലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ. അത് കറക്റ്റായിട്ട് നോക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് സൈസ് ഓഫ് ദി ഫോളോയിങ്. അഗെയിൻ ഐസോ ഇലക്ട്രോണിക്കിൻ്റെ ഓർഡറാണ് ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുന്നത്. പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളവർക്ക് സൈസ് കുറവായിരിക്കും, നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളവർക്ക് സൈസ് കൂടുതലായിരിക്കും. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? N-1 D1 to 10 NS 0 to 2. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. Up to which element law of factors was found to be applicable? ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഫാക്ടേഴ്സ് ആപ്ലിക്കബിൾ ആകുന്ന ഫൈനൽ എലമെൻറ്റ് കാൽസ്യം ആണ്. ആപ്ലിക്കബിൾ ഒൺലി അപ് ടു കാൽസ്യം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് ഹാസ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18 ഗ്രൂപ്പുകളിൽ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഏതാണ്? നോബിൾ ഗ്യാസിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആരാണ്? നോബിൾ ഗ്യാസുകൾക്കാണ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഒരേ ഒരു നോബിൾ ഗ്യാസേ ഉള്ളൂ. അതേതാണ്? നിയോൺ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, നിയോൺ. Consider the elements boron, aluminium, magnesium and potassium. Correct order of their metallic character. മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓർഡർ എടുക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഗ്രൂപ്പ് 1ൽ വരുന്ന ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ട്, പൊട്ടാസ്യം. ദെൻ ഗ്രൂപ്പ് 2വിലുള്ള മഗ്നീഷ്യം. ബോറോൺ അലൂമിനിയത്തിൽ അലൂമിനിയം മെറ്റാലിക് ആണ്, ബോറോൺ നോൺ മെറ്റാലിക് ആണ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓർഡർ കിട്ടിയല്ലോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. Which of the following arrangement represents the correct order of electron gain enthalpy of given atomic species? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ വരിക ഹാലജൻസിനാണ്. ഹാലജൻസിൽ ഇതൊരു എക്സെപ്ഷനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറിന് കൂടുതലാണ്, ഫ്ലൂറിന് കുറവാണ്. അതേപോലെ ഓക്സിജൻ ഫാമിലിയിൽ സൾഫറിന് കൂടുതലാണ്, ഓക്സിജന് കുറവാണ്. അപ്പോൾ ഗ്രൂപ്പ് 16 എലമെൻസും അതേക്കാളും കൂടുതൽ ഗ്രൂപ്പ് 17 എലമെൻസും ആണ് ഈ ട്രെൻഡ് കാണിക്കുക. ഏത് ട്രെൻഡാണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിൽ എക്സെപ്ഷൻസ് കാരണം ക്ലോറിനും സൾഫറും ഫ്രണ്ടിൽ വരും, ഓക്സിജനും ഫ്ലൂറിനും കുറവായിരിക്കും. നമ്മൾ എക്സെപ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടി കണക്ട് ചെയ്ത് ആൻസറിലേക്ക് പോകുന്നു. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 2 ആണ്. ഓക്സിജൻ ലെസ് ദാൻ സൾഫർ, ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ആണ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്തതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് CCl ബോണ്ട്, CCl4 നമുക്കറിയാം. CCl4 ടെട്രാഹെഡ്രൽ ആണ് അല്ലേ? CCl4 ടെട്രാഹെഡ്രൽ ആണ്. അപ്പോൾ ഇതിൽ CCl ബോണ്ടുകളുണ്ട്. എത്ര ബോണ്ടുകളുണ്ട്? 4 CCl ബോണ്ടുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ CCl ബോണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. CCl4ലെ CCl ബോണ്ടുകൾ പോളാറാണ്, പക്ഷേ നമ്മുടെ മോളിക്യൂള് നോൺ പോളാറാണ് അല്ലേ? മോളിക്യൂളിന് ഡൈപോൾമെൻ്റ് ഇല്ല. അപ്പോൾ മോളിക്യൂളിനെ നോൺ പോളാർ എന്ന് പറയണം. ബോണ്ടുകൾ പോളാറാണ്, പക്ഷേ അവരുടെ ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റ് കാരണം ഈ മൊമെൻറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് മോളിക്യൂളിന് പൊളാരിറ്റി ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ബോണ്ട് പോളാറാണ്, പക്ഷേ മോളിക്യൂൾ നോൺ പോളാറാണ്. ഇനി നമുക്കതൊന്ന് വായിച്ച് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? CCl ബോണ്ട് ഇൻ CCl4 ഈസ് നോൺ പോളാർ. അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, CCl ബോണ്ടുകൾ പോളാറാണ്, മോളിക്യൂളിനാണ് നോൺ പോളാർ എന്ന് പറയാം അല്ലേ? അപ്പോൾ അത് അസേർഷൻ തെറ്റാണ്. Then resultant dipole moment of
4 CCl ബോണ്ട് ഇൻ CCl4 ഈസ് നോൺ സീറോ എന്ന് തന്നിട്ടുണ്ട്. തെറ്റാണ്. റിസൾട്ടൻ്റ് ഡൈപോൾമെൻറ്റ് സീറോയാണ് കേട്ടോ. റിസൾട്ടൻ്റ് ഡൈപോൾമെൻറ്റ് സീറോയാണ്. അപ്പം ബോണ്ടുകൾക്ക് പൊളാരിറ്റി ഉണ്ട്, പക്ഷേ ഈ ബോണ്ടുകൾ എല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് സീറോ ആയി പോകും. അതുകൊണ്ടാണ് മോളിക്യൂള് നോൺ പോളാറാന്നൊക്കെ പറയുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ CLF3. ഈ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടിരുന്നോ? ഈ ക്വസ്റ്റ്യൻ ആയിരുന്നില്ല കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ ചോദിച്ചേക്കുന്നത് CLF3യിലെ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ എന്നാണ്. നേരത്തെ ക്വസ്റ്റിനകത്ത് ക്ലോറിനിലെ ലോൺ പെയർ എന്നായിരുന്നു. അപ്പോൾ രണ്ടും കെയർഫുള്ളായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്ലോറിനിലെ ലോൺ പെയർ 2 ആണ്. പക്ഷേ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ചോദിച്ചാൽ ഫ്ലൂറിനിൽ ഓരോ ഫ്ലൂറിനിലും 3 ലോൺ പെയറുകൾ കൂടി ഉണ്ട്. ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ 2ൻ്റെ കൂടെ ഒരു 9 എക്സ്ട്രാ വരും. അങ്ങനെ എത്ര ആൻസർ വരും? 11 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ മോളിക്യൂളിനെ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്ലോറിനും ഉണ്ട്, 3 ഫ്ലൂറിനും ഉണ്ട്. ഇവരെല്ലാം കൂടി എത്ര ലോൺ പെയർ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് തന്നെ പറയണം. സെൻട്രൽ ആറ്റത്തിൽ 2 ലോൺ പെയറേ ഉള്ളൂ, പക്ഷേ സറൗണ്ടിങ് ആറ്റത്തിൽ എല്ലാത്തിലും കൂടെ 9 ലോൺ പെയർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ 11 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോണ്ട് ഓർഡർ ഓഫ് C2 മോളിക്യൂൾ. C2 മോളിക്യൂൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് C2. C2 മോളിക്യൂളിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 ആണ്. 12 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എങ്കിൽ ബോണ്ട് ഓർഡർ എത്ര വരിക? ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പോൾ C2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും അല്ലേ? ഓപ്ഷൻ 3 ആയിരിക്കും. C2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ബയോളജിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നുണ്ട്. താങ്ക് യു. ഹായ്, എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോവാം. 91ാമത്തെ ക്വസ്റ്റ്യൻ. എ പാരസിറ്റിക് പ്രോട്ടോസോവൻ ദാറ്റ് ഹാസ് ഫ്ലജല്ല. പാരസിറ്റിക് പ്രോട്ടോസോവൻ ദാറ്റ് ഹാവ് ഫ്ലജല്ല. ഫ്ലജല്ലയുള്ള പാരസിറ്റിക് പ്രോട്ടോസോവൻ ഏതാണ്? അതിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? നമുക്കറിയാം, പ്രോട്ടോസോവൻ ഫ്ലജല്ല ഉള്ളത് ട്രിപ്പനോസോമയാണ്. സ്ലീപ്പിംഗ് സിക്നസ് അല്ലേ? ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ സ്ലീപ്പിംഗ് സിക്നസ് കോസിംഗ് ഓർഗാനിസം. ക്വസ്റ്റ്യൻ നമ്പർ 91, 4 is the answer. 92. Which of the following is not a member of Deuteromyces? Deuteromycetസിൻ്റെ മെമ്പർ അല്ലാത്തത്. Deuteromyces നമുക്കറിയാം ഓൾട്ടർനേറിയ കളക്ടോട്രൈക്കം ട്രൈക്കോഡെർമ. അതല്ലാത്തത് ആരാണ്? യുസ്റ്റിലാഗോ. യുസ്റ്റിലാഗോ വി നോ ദാറ്റ് ഇസ് മഡ് ഫംഗി ബെസിഡിയോമൈസെറ്റ്സിലുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92, 3 is the answer. And what about question number 93? Question number 93, region of maturation of root has delicate thread-like structure. That is called delicate thread-like structure is called a root hair. Root hair, right? Question number 93, 2 is the answer, right? 2 is the answer for the question number 93. And what about question number 94? 94. Which of the following is incorrect about eubacteria? Eubacteria കുറിച്ച് incorrect ആയിട്ടുള്ള eubacteria we know that is true bacteria. Most of them are characterized by the presence of rigid cell wall. They have peptidoglycan cell wall, yes. They may be autotrophic or heterotrophic, yes. They include cyanobacteria, yes. They survive only in harsh habitat, alla. That is in archaebacteria. That is not correct. Question number 94, 4 is the correct answer. And 95. The scar on seed coat through which developing seed were attached to the fruit is called a hilum, becomes scar on the seed coat. A micropyle opening at the question number 95, 4 is the correct answer. And what about question number 96? So the following statement is not correct. Eubacteria are true bacteria. Eubacteria are true bacteria. Yes, eubacteria are true bacteria. Cyanobacteria are eubacteria. Yes. The colonies of blue-green algae are surrounded by gelatinous sheath. Yes. Autotrophic bacteria are most abundant. Allada, heterotrophic aanu. Question number 96, 4 is the correct answer. And what about question number 97? Scutellum, that is maize grain. Scutellum is the cotyledon, single cotyledon of monocot maize. Question number 97, 2 is the correct answer. Question number 98. Parietal placentation is found in Argemone mustard, Brassicaceae family, mustard. Question number 98, 3 is the correct answer. And what about question number 99? The cell wall form 2 thin overlapping shell which fit together as a soap box. It is a characteristics of soap box ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡയാറ്റം ക്രൈസോഫൈറ്റ്സ്. Question number 99, 3 is the correct answer. And what about question number 100? The
edible members of ascomycetes. Edible members of ascomycetes എന്ന് പറയുന്ന ascomycetes നമുക്കറിയാം my captain in the sack. That is sac fungi. Edible members are morels and truffles. Question number 100. 2 is the correct answer. And what about question number 109? 101. Consider the following statement and select the correct option. Statement A. Paramecium is an aquatic and actively moving organism because of the presence of cilia. Yes. Parasitic form of protozoan causes disease such as sleeping sickness and has flagella. That is trypanosoma. Correct. Both the statement A and B are correct. Question number 102 is the correct answer. And what about question number 102? 101, 2 is the correct answer. And what question number 102? What about question number 102? Select the incorrect match. What about select incorrect match? Halophiles survive in extreme salty condition? Yes. Thermoastrophiles can tolerate high temperature? Yes. Methanogens found in marshy area? Yes. Cyanobacteria, gut of ruminant animal, methanogens are not cyanobacteria. Question number 102, 4 is the correct answer. And what about question number 103? Non-motile ആയിട്ടുള്ള സെക്ഷൽ സ്പോർ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെക്ഷൽ സ്പോർ പ്രസന്റ് ഇൻസൈഡ് ദ സാക്ക് ലൈക്ക് സാക്ക് പോലെയുള്ള അസ്കോമൈസിറ്റ്സിലെ അസ്കസിലാണ് ഇരിക്കുന്നത്. അസ്കസിലിരിക്കുന്ന അസ്കോസ്പോറുകളാണ്, നോൺ മോട്ടൈൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 103, 2 is the correct answer. And what about question number 104? 104, which of the following show alternate? നമുക്കറിയാം alternate ആണ് എല്ലാ ഫാമിലിയും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കലോട്രോപ്പിസും ഗുവയുമാണ്. റൈറ്റ്. ഓൾട്ടർനേറ്റ് ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ എല്ലാ ഫാമിലിയും. അപ്പോൾ അവിടെ മസ്റ്റാർഡ് വരും. ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കലോട്രോപ്പിസ് ഗുവയാണ്. ഓപ്പോസിറ്റ് അപ്പോൾ റെസ്പെക്റ്റീവ്ലി പറയുമ്പോൾ മസ്റ്റാർഡ് ആൻഡ് ഗുവ. ക്വസ്റ്റ്യൻ നമ്പർ 104, 4 is the correct answer. And what about question number 105? Which of the following is correct for fungus? ഫംഗസിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ളത്. They are prokaryote? No, they are eukaryote. They have cell wall made up of chitin? Yes. They are unicellular only? അല്ല. Unicellular member is Saccharomyces cerevisiae. They have autotrophic mode of nutrition? No, they are heterotrophic mode of nutrition. Which is the correct? Only 2 is the correct. 105, 2 is the correct answer. And what about Maklai? Question number 106. In 5 kingdom classification, chrysophytes, dinoflagellates, euglenoids, slime mold and protozoan include the kingdom Protista, unicellular eukaryotes. Question number 106, 2 is the correct answer. And what about question number 107? Lichens are symbiotic association of fungi and root of higher plant ആണോ? Root of higher plant ആണോ? No. Mycorrhizae another, that is not correct. Indicated as pollution lichen, sherry. Not included in British 5 kingdom classification. A is symbiotic association of algae and fungi. A is B, C, D are the answer. Question number 107, 2 is the correct answer. And what about question number 108? Match the type of plastination column 1 with column 2. Axial plastination, axial, China rose, axial, A. Basal, sunflower, marigold and poaceae also. Marginal, P, fabaceae, Cisalpinaceae, Mimosaceae, marginal. Free central, Dianthus, primrose, D. A3, B4, C2 and D1. Question number 108, 3 is the correct answer. And what about question number 109? Root that originate from the parts of the plant other than radicle is called adventitious root. Question number 109, 4 is the correct answer. 110, which of the following is incorrect about viroid? Viroid are smaller than virus? Yes. They cause potato spindle tuber disease? Yes. They have free DNA alla free RNA ആണ്. Question number 110, 3 is the correct answer. Question number 111. 111. What about question number 111? Which of the following features does not belong to mustard flowers വരാത്തത്? Polyadelphus അല്ല. That is in citrus ആണ് polyadelphus. That is not correct മക്കളെ. Okay. Tetramerous ആണ്. Ovary superior ആണ്. Actinomorphic ആണ്. Question number 111. 1 is the correct answer. And what about question number 112? Which group of protists show both autotrophic and heterotrophic mode of nutrition? Autotrophic, heterotrophic ഉള്ളത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓട്ടോട്രോഫും അല്ലെങ്കിൽ ആബ്സെൻസിൽ ഹെറ്ററോട്രോഫും കാണിക്കുന്ന യുഗ്ലിനോയിഡ് ആണ്. Question number 112, 4 is the correct answer. Question number 112, 4 is the correct answer. And what about question number 113? Consider the given statement and select the correct option. Statement A, flower of gulmohar can be divided into 2 similar halves, only one vertical plane, that is zygomorphic, sherry. One particular vertical plane, sherry. Statement B, flowers of mustard and datura show bilateral allada actinomorphic ആണ്. They are actinomorphic. അപ്പോൾ നമുക്കറിയാം question number 113, only statement B is incorrect. Mustard and datura actinomorphic ആണ്. Right. അപ്പോൾ നമുക്കറിയാം that is only statement B is incorrect. A is correct. A correct എന്ന് പറഞ്ഞിട്ടില്ല. A and B correct. A and B incorrect. Question number 113, 4 is the correct answer. And what about question number 114? Seed coat is membranous and fused with the fruit wall in maize. Seed coat and membrane is fused to the fruit wall in maize. Caryopsis, right?
Caryopsis. Poaceae. Question number 114, 2 is the correct answer. And what about question number 115? Read the following statement and select the correct option. Diatoms are heterotroph. Diatoms are heterotrophs alla, they are autotroph. That diatoms are responsible for red tide alla, Goniolax aanu. Statement A and both statement A and B are incorrect. Question number 115, 4 is the correct answer. And what about question number 116? Select the incorrect match. Rhizome turmeric, yes. Stem പൊട്ടറ്റോ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. കോം ജിഞ്ചർ അല്ല. കോം എന്ന് പറഞ്ഞ കൊളക്കേഷ്യയും സാമിൻ കൻഡും അമോർഫോഫാലസും ഒക്കെയാണ്. ജിഞ്ചർ എന്ന് പറഞ്ഞ റൈസോം ആണ്. ബൾബ് ഒനിയൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 116, 3 is the incorrect. 3 is the answer for this question. And what about question number 117? Pentamerous actinomorphic flowers and bicarpillary ovary with oblique septa. Oblique എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞു Solanaceae ആണ്. Question number 117, 1 is the correct answer. And what about question number 118? In some flowers, calyx and corolla are not distinct. Distinct ചെയ്യാത്തതിനെ നമ്മൾ എന്ത് വിളിച്ചു? Perianth. Question number 118, 1 is the correct answer. Lily family, Perianth, right? നമുക്ക് Lodicule. Then in the case of Poaceae. Question number 119. What about question number 119? Select the incorrect match from the following. World Phyllotaxy alstonia sheri. Pulvinous solid leaf by sheri. Petiole expanded part of leaf alla. That is lamina. That is not correct. Stipule small leaf-like structure the leaf by sheri. Question number 119, 3 is the correct answer. And what about question number 120? Malarial parasite is a sporozoan. Malarial parasite Plasmodium vivax is an infectious spore produced in their life. They are sporozoan. Question number 120, 4 is the correct answer. And what about question number 121? Match the following aestivation type with respect to corolla, the plants in which they are found, and select the correct option. Twisted Malvaceae family ആണ് cotton, right? Vexillary നമുക്കറിയാം Fabaceae ആണ് P. Imbricate, that is Cassia gulmohar, B. Cisalpinaceae, right? And valvate Calotropis, right? A3, B2, C, A3, B2 and imbricate, this is C. C4, D1 is the answer. Question number 121, 3 is the correct answer, right? Imbricate, Cassia, C4, A3. Question number 121, 3 is the correct answer. A3, B2, C4, D1 is the correct answer for this question, right? Okay. And what about next question? Question number 122. Which of the following is not true with respect to modification of leaves? Ne sambandhicha true allathathe the modification of leaves. Leaves in grapevine leaves allaloda modify ചെയ്യുന്നത്. leaves in tendrils വരുന്നത് peel ആണ് leaf. That is not correct. Petiole become green and photosynthetic. Australian acacia, phyllote, sherry. Fleshy leaves in garlic store food, sherry. Spines of cacti are modified leaf, sherry. Question number 122, 1 is the correct answer. Then question number 123. A common feature between members of kingdom fungi and plantae, Autotrophalla, presence of cell wall. They both of them have cell wall. Composition of cell wall is different in chitin in fungus and cellulose in plants. Absence of nuclear membrane, they are eukaryote. Question number 123, 2 is the correct answer. And what about question number 124? Radial symmetry is found in radial actinomorphic, right? That is, we know that Cassia zygomorphic, Canna asymmetric, Gulmohar zygomorphic. Chili is the answer for this question. Chili is the correct answer. Actinomorphic. Question number 124, 4 is the correct answer. Question number 125. What about question number 125? So the following feature is not associated with the China rose. China rose twisted aestivation sherry, monadelphous stamen sherry, perigynous alla, hypogynous aanu, axial placentation. Axial placentation aanu. Question number 125, 3 is the correct answer. And what about question number 126? Family. Fabaceae is concerned with family Fabaceae, basal placentation and monadelphous stamen. Basal placentation monadelphous alla, diadelphous aanu. Epipetalous flowers non endospermic aanu. Legume fruit epipetalous allallo, Solanaceae aanu adu. Diadelphous stamen superior ovary, large posterior petal, standard sherry. Question number 126, 3 is the answer. And 4, diadelphous stamen marginal, endospermous alla, they are not endospermous. Appo question number 126, 3 is the correct answer. And what about question number 127? Read the given statement. Given
characteristics and identify the organs in which these features are seen. Smallest living cell known, no cell wall, can be anaerobic, pathogenic to both plants and animals, can be seen in mycoplasma. Question number 127, 3 is the correct answer. And what about question number 128? Coconut fruit is a drupe. Mango and coconut are drupe. Study the following characters. Presence of epicalyx കേൾക്കുമ്പോൾ നമുക്കറിയാം മാൽവേസി അല്ലേ. മോണഡെൽഫസ് യുണൈറ്റഡ് ഇൻറ്റു സ്റ്റേമിനൽ ട്യൂബ് ഒക്കെ ഉള്ളത് ആർക്കാണ്? മാൽവേസി. ക്വസ്റ്റ്യൻ നമ്പർ 129, 1 is the correct answer. And what about question number 130? Statement 1, cruciform shaped flowers in cruciferae family? Yes. Fruits are siliqua in mustard family? Yes. Cruciferae, that is mustard family, or Brassicaceae or a cruciferae family. Question number 130, statement 1 and 2 are correct. 2 is the correct answer. And question number 131, what about question number 131? Inflorescence of Compositae ഫാമിലിയുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് ഹെഡ് ഓർ ക്യാപിറ്റലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 131, 2 is the correct answer. And what about question number 132? So the following is not belong to Graminae. Graminae or Poaceae വരാത്തത് വീറ്റ്, റൈസ്, ഓട്സ്, ബാർലി ഒക്കെ വരും. സൺഫ്ലവർ വരുന്ന അസ്റ്ററേസിയ ഫാമിലിയുടെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 132, 4 is the correct answer. And what about question number 133? Fruit of grass family. Grass family or Poaceae fruit ആണ് Caryopsis. Okay. Question number 133, 4 is the correct answer. And what about question number 134? Tetradynamis എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രാസിക്കേസിയയിലാണ്. ടെട്രാഡൈനാമസ് എവിടെയാണ്? ബ്രാസിക്കേസിയയിലാണ്. Question number 134, 2 is the correct answer. And 135 question. Swollen placenta, epipetalous stamen, persistent calyx ഒക്കെ കാണുന്നത് Solanaceae ഫാമിലിയിലാണ്. അവിടുത്തെ മെമ്പർ ആണ് ബ്രിഞ്ചാൾ ആണ് ഇവിടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 135, 1 is the correct answer. ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. Okay, question number 136 നോക്കാം. How many of the following structures given in the box are supported by incomplete cartilaginous rings? കാർട്ടിലേജിനസ് റിങ്സ്, സി ഷേപ്ഡ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് ഉള്ളത് എവിടെ തൊട്ട് എവിടം വരെ എന്നാണ് പറഞ്ഞിരുന്നത്? ട്രക്കിയ മുതൽ ഇനിഷ്യൽ ബ്രോങ്കിയോൾസ് വരെ. ടെർമിനൽ ബ്രോങ്കിയോൾസിൽ ആബ്സെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നോക്കുക. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ട്രക്കിയയിൽ പ്രസൻ്റ് ആണ് അല്ലേ, സെക്കൻഡറി ബ്രോങ്കിയിൽ പ്രസൻ്റ് ആണ്, ഇനിഷ്യൽ ബ്രോങ്കിയോൾസിൽ പ്രസൻ്റ് ആണ്, പ്രൈമറി ബ്രോങ്കിയിൽ പ്രസൻ്റ് ആണ്. പക്ഷേ ടെർമിനൽ ബ്രോങ്കിയോൾസിലും ആൽവിയോളർ ഡക്റ്റിലും ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് ആൻസർ വരിക ഏതാണ്? 4 എണ്ണമാണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. Question number 137, read the following statement regarding human respiratory system. അതിൽ ട്രക്കിയ മിഡ് തൊറാസിക് ക്യാവിറ്റി വന്നിട്ട് ഡിവൈഡ് ആവുന്നുണ്ട് അല്ലേ. ഏത് വെർട്ടിബ്രയുടെ അടുത്ത് വരുമ്പോഴാണ്? 5th വെർട്ടിബ്രയാണോ 5th thoracic വെർട്ടിബ്രയാണോ? 5th thoracic വെർട്ടിബ്രയിൽ വന്നിട്ടാണ് ഡിവൈഡ് ആവുന്നത്. ഡിവൈഡ് ആയിട്ട് എന്താ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കയാണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ 4. 138, volume of air remains in lungs after normal expiration. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആയിരുന്നു നമുക്ക് പറയാം RB ആണ് അല്ലേ, റെസിഡുവൽ വോളിയം ആണ്. പക്ഷേ ഇത് നോർമൽ എക്സ്പിറേഷനാണ്. നോർമൽ എക്സ്പിറേഷനിൽ റിമൈൻ ചെയ്യുന്ന ഏതാ? യെസ്, FRC ആണ് കേട്ടോ. ഓപ്ഷൻ 3 FRC. ഓക്കെ, ദ ഷേപ്പ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഡയറക്റ്റ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ ഷേപ്പ് സിഗ്മോയിഡ് ആണ്. Question number 140, how many of the following conditions given in the box favor formation of oxyhemoglobin? Oxyhemoglobin formation favor ചെയ്യുന്ന factors എന്തായാലും അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 എണ്ണമാണ്. PO2, PCO2 അല്ലേ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ H+ കോൺസെൻട്രേഷൻ. അതിൽ PO2 കൂടി നിൽക്കും, ബാക്കിയെല്ലാം കുറഞ്ഞു നിൽക്കും അല്ലേ. ഓക്സിഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനെ ഫേവർ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ഹൈ PO2 ശരിയാണ്, ഹൈ ടെമ്പറേച്ചർ തെറ്റാണ്, ലോ PCO2 ശരിയാണ്, ലോ H+ കോൺസെൻട്രേഷൻ ശരിയാണ്, ലോ ടെമ്പറേച്ചർ ശരിയാണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1 ആണ്. ഓക്കെ, 141, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്നതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ടാണ്. നോക്കിയേ, റോൾ ഓഫ് ഓക്സിജൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കൻ്റ്. ശരിയാ, ഓക്സിജന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഈസ് RRC ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ നോർമൽ റെസ്പിറേറ്ററി റിതം ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ് റീജിയൻ. ആണോ? RRC ഇരിക്കുന്ന റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഇരിക്കുന്ന പോൺസിലാണോ? അല്ല. എവിടെയാ? മിഡിലല്ല. ഓക്കെ, മറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റിസപ്റ്റേഴ്സ് ഇൻ കരോട്ടിഡ് ആർട്ടറി ആൻഡ് അയോട്ടിക് ആർച്ച് റെക്കഗ്നൈസ് ചേഞ്ചസ് ഇൻ CO2 ആൻഡ് H+ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ ന്യൂമോസാക്സിസ് സെൻറ്ററിൽ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ബ്രീത്തിങ് റേറ്റ് കൂട്ടും. ഓക്കെ, അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്. 142, which of the following formed elements can resist infections and are granulocyte associated with allergic reactions? ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാനുലോസൈറ്റ് അല്ലേ, WBC ആണ്. ഗ്രാനുലോസൈറ്റും ഉണ്ട്, അഗ്രാനുലോസൈറ്റും ഉണ്ട്. അപ്പോൾ ഗ്രാനുലോസൈറ്റ് ആയിരിക്കുന്ന WBC നോക്കുക. എറിത്രോസൈറ്റ്സ് ഒരിക്കലും വരത്തില്ല, WBC അല്ല. ഇനി ലിംഫോസൈറ്റും മോണോസൈറ്റും ഇസിനോഫിലും കമ്പയർ ചെയ്യുമ്പോൾ ലിംഫോസൈറ്റും മോണോസൈറ്റും അഗ്രാനുലോസൈറ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ഇസിനോഫിൽസ് ആണ്.
ഓക്കെ 143 സെലക്ട് ദ മിസ്മാച്ച്. മിസ്മാച്ച് നോക്കുക. കട്ട്ല ഒരു ഫിഷാണ്, ഫിഷിൽ സിംഗിൾ സർക്കുലേഷൻ ആണ്, കുഴപ്പമൊന്നുമില്ല. സ്നേക്ക് ഒരു റെപ്റ്റൈലാണ് അല്ലേ. ഈ റെപ്റ്റൈൽസിൽ എന്താ 3 ചേമ്പേർഡ് ഹാർട്ടാണ്, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്, ഒരിക്കലും ഡബിൾ സർക്കുലേഷൻ അല്ല. പീകോക്കിലേക്ക് വരുമ്പം ബേർഡ്സിനും മാമൽസിനും ഡബിൾ സർക്കുലേഷൻ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രോഗ് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ശരിയാണ്. അപ്പോൾ മിസ്മാച്ച് ആയിട്ടുള്ള പേര് ഓപ്ഷൻ 2 ആണ്. സ്നേക്ക് ഡബിൾ സർക്കുലേഷൻ അല്ല, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആയിരുന്നു വരേണ്ടത്. 144 റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു limb and choose the correct option. Tissue fluid has same inner distribution as that in plasma. വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. ഫാറ്റ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ലാക്ടീൽസ് പ്രസന്റ് ഇൻ ഇൻറ്റസ്റ്റൈനൽ വില്ലേ. ഫാറ്റിൻ്റെ അബ്സോർപ്ഷനൊക്കെ നമ്മൾ ഓർമ്മ വെക്കുക ലാക്ടീൽസ് വഴിയാണ്. ഓക്കെ, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 145 ഫംഗ്ഷൻ ഓഫ് കൊറോണറി ആർട്ടറി ഇൻ ദ സപ്ലൈ ഓഫ് ബ്ലഡ്. കൊറോണറി ആർട്ടറി ആണ്. കൊറോണറി ആർട്ടറി സപ്ലൈ ബ്ലഡ് ടു ഹാർട്ട്, കരോട്ടിഡ് ആർട്ടറി സപ്ലൈ ബ്ലഡ് ടു ബ്രെയിൻ. ഓർത്ത് വെച്ചോണം. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്, ഹാർട്ടാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് എന്നുള്ള വേർഡ് കാണുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ലിവർ, ഹെപ്പാറ്റിക് അല്ലേ. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആരെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറുമാണ്. ഓപ്ഷൻ 2 ആണ് 146ൻ്റെ ആൻസർ. 147 മാച്ച് ദ കോളമാണ്. നോക്കിയേ, FRC എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്ന ERV പ്ലസ് RV, അപ്പോൾ 1 തന്നെയാണ് അല്ലേ. VC വൈറ്റൽ കപ്പാസിറ്റി, ആകെ നമുക്ക് പഠിക്കാം 4 വോളിയം. 4 വോളിയത്തിൽ RV ഒഴികെയുള്ള ബാക്കി 3 വോളിയം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റൽ കപ്പാസിറ്റി കിട്ടും. ERV പ്ലസ് ഏത് വരും? ERV പ്ലസ് TV പ്ലസ് IRV. IC എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, TV പ്ലസ് IRV ആണ്, TV പ്ലസ് IRV. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്നത് 3 ആണ്. TLC എന്ന് പറയുന്ന എല്ലാ വോളിയം കൂട്ടുന്നതാണ്, ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 147. 148 ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ഹാർട്ട് എക്സെപ്റ്റ്. ട്രൂ അല്ലാത്തത് കണ്ടെത്താനാണ്, കണ്ടോ, എക്സെപ്റ്റ്. ഓക്കെ, ഹേർട്ട് ഈസ് മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ. ശരിയാണ്, മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണ്. ആർട്രിയം ആൻഡ് വെൻട്രിക്കിൾ ഓഫ് ദ സെയിം സൈഡ് ആർ സെപ്പറേറ്റഡ് ബൈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം. അതും ശരിയാണ് അല്ലേ. ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ സിംഗിൾ വാൾഡ് മെമ്പറൈനസ് ബാഗ് കോൾഡ് പെരികാർഡിയം. സിംഗിൾ വാൾഡ് ആണോ? ഡബിൾ വാൾഡ് ആണ് അല്ലേ, ഡബിൾ വാൾഡ് ആണ്. അതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡൊക്കെ ഉണ്ട് അല്ലേ, പെരികാർഡിയൽ ഫ്ലൂയിഡൊക്കെ പ്രസൻ്റ് ആണ്. ഓക്കെ, അത് ഓർമ്മ വെക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? യെസ്, ഓപ്ഷൻ 4 ആണ്. 149 മാച്ച് ദ കോളമാണ്. വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏത് വരും? ഇതിനൊന്ന് നമ്മൾ എഴുതുക. TV പ്ലസ് IRV എന്ന് പറഞ്ഞാൽ ഏത് വരും? IC ആണ് അല്ലേ. TV പ്ലസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ്. FRC എന്ന് പറയുമ്പം ERV പ്ലസ് RV, ERV പ്ലസ് RV മൈനസ് ERV. അപ്പോൾ എന്ത് വരും? മൈനസും പ്ലസും പോവും, പിന്നെ പോയിട്ട് RV ആണ് അല്ലേ. TLC എന്ന് എന്താണ്? RV പോയി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് VC അല്ലേ. IC പ്ലസ് FRC എന്ന് പറഞ്ഞാൽ FRC എന്ന് പറഞ്ഞാൽ എന്നാ? ERV പ്ലസ് RV ആണ് അല്ലേ. ERV പ്ലസ് RV, അതിൻ്റെ കൂടെ IC എന്ന് പറഞ്ഞാൽ IRV പ്ലസ് TV. എല്ലാം കൂടെ ആയില്ലേ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ അതേതാ? ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ്. അപ്പം A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 2 ആണ്, C എന്ന് പറയുന്നത് 1 ആണ്, D എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 149. 150 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. യെസ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ് റിലേറ്റഡ് ടു തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ് കൂടുമ്പം റേറ്റ് കുറയും. ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ് കുറയുമ്പം റേറ്റ് കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനിയും നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാമൽസ്. മാമൽസിനെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ് നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ്. എന്ന് വെച്ചാൽ ലങ്സിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറഞ്ഞ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇൻസ്പിറേഷൻ നടക്കുക അല്ലെ ബ്രീത്തിങ് നടക്കുക. അത് മാമൽസിന് ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അതങ്ങനെ ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് A and B ആർ കറക്റ്റ്. ഓക്കെ, യെസ്. ഇനി 159 ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ദി ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് thoracic chamber in the dorsoventral axis occurs due to. ഡോർസോവെൻട്രൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതാ? ഇന്റർകോസ്റ്റൽ മസിൽസാ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസാ. ഇവിടെ നോക്കി, അപ്പോൾ ഏത് ആൻസർ വരും? ഇൻസ്പിറേഷൻ സമയത്ത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റീവ് ചെയ്യുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്, കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, 152 നോക്കിയേ. ചൂസ് ദ ഓൾഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ നമുക്കറിയാം 3 എണ്ണമാണ് അല്ലേ. എൻഡോത്തീലിയം, പിന്നെ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് അൽവിയോളാർ വാൾ, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്. അപ്പം അതിൽ വരാത്ത ഓഡ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, കൊളമനാർ എപ്പിത്തീലിയം ഓഫ് അൽവിയോളാർ വാൾ. 153 മാച്ച് കോളം. PO2 ഇൻ ടിഷ്യൂസ് എത്രയാണ്? PO2 ഇൻ ടിഷ്യൂസ് 40 ആണ് അല്ലേ, 40 ആണ്.
CO2 ഇൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് 45 ആണ്. PO2 ഇൻ ആൽവിയോളൈ എന്ന് പറയുന്നത് 1104 ആണ്. PO2 ഇൻ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് 95 ആണ്. ഏത് ഓപ്ഷൻ വരും? A 3 വരും, B എന്ന് പറയുന്നത് 4 വരും അല്ലേ? അപ്പോൾ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 154. Read the following features: presence of thin flattened simple squamous epithelium, absence of ciliated epithelium, absence of cartilage. നോക്കുമ്പം പ്രൈമറി ബ്രോങ്കൈ, ഫാരിങ്സ്, ആൽവിയോളൈ, ട്രക്കിയ ഇതിലെവിടെയായിരിക്കും? സ്ക്വാമസ് എപ്പിത്തീലിയം, ഫ്ലാറ്റൻഡ് സെൽസ് ഉള്ള സ്ക്വാമസ് എപ്പിത്തീലിയം ഉള്ള ഡിഫ്യൂഷൻ ബൗണ്ടറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് ആൻസർ വരിക? ഓപ്ഷൻ 3 ആണ്, ആൽവിയോളൈ ആണ് കേട്ടോ. യെസ്. 155. ഡിസോർഡർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം മെയിൻലി കോസ്ഡ് ബൈ ക്രോണിക് സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിംഗ് കാണുമ്പം ഉറപ്പിക്കാം ഏത് ഡിസോർഡറാ? എംഫിസിമയാണ്. ഓപ്ഷൻ 3 ആണ്. വാട്ട് പെർസെൻറ്റ് ഓഫ് ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പ്ലാസ്മ? ഡയറക്റ്റ് ക്വസ്റ്റ്യനാ അല്ലേ? പ്ലാസ്മ എത്ര ശതമാനമുള്ള ബ്ലഡിലെ ടോട്ടൽ? 55% എന്നാണ്, പ്ലാസ്മയാണ്. യെസ്. 157 നോക്കി, മാച്ച് ദ കോളമാണ്. ബേസോഫിൽസിൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 0.5 to 1% ആണ്. ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളത്, 60 to 65%. ലിംഫോസൈറ്റ്സ് 20 to 25%. ഇസ്നോഫിൽസ് 2 to 3%. D3 അല്ലേ? A4, B എന്ന് പറയുന്ന 1 ആണ്, C 2 ആണ്. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. യെസ്. 158. ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഇൻ ഹ്യൂമൻസ്, ഇൻസ്പിറേഷൻ സമയത്ത് എന്താ നടക്കുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രോം, കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രോം ഇൻക്രീസ് ദ വോളിയം ഓഫ് thoracic cavity in anterior posterior axis. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി റിലാക്സേഷൻ ഓഫ് ഡയഫ്രോം ഉണ്ടോ? ഇല്ല, വരത്തില്ല. കോൺട്രാക്ഷൻ ഓഫ് ഇന്റേണൽ അല്ല, പ്രശ്നമാണ്, അത് വരത്തില്ല. റിലാക്സേഷൻ ഓഫ് ഇന്റേണൽ ഇല്ല, അതും വരത്തില്ല. അപ്പോൾ ഏത് ആൻസർ? ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഹ്യൂമൻസ് 158 ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1. യെസ്. സെറം ഡിഫേഴ്സ് ഫ്രം പ്ലാസ്മ ഇൻ ബീങ് ഡിവോയിഡ് ഓഫ്. സെറത്തിൽ എന്തില്ല? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല കേട്ടോ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിൽ RH നെഗറ്റീവ് ആയിട്ടുള്ള മദർ എന്ത് അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് വിത്ത് എന്ത് ആൻറ്റിബോഡീസ് ആണ്? RH ആൻറ്റിബോഡീസ് കൊടുക്കണം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് സെക്കൻഡ് അല്ല കേട്ടോ, ഫസ്റ്റ് ചൈൽഡ്, ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ്. അപ്പോൾ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിലെ വലിയ റോൾ ഉള്ളത് കാൽഷ്യമാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 70 ml ഓഫ് വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ ബീറ്റ് അണ്ടർ നോർമൽ റെസ്റ്റിംഗ് കണ്ടീഷൻസ് ഇൻ ഹ്യൂമൻ. ഏതാ അത്? ഓരോ മിനിറ്റിലും ഓരോ ബീറ്റിലും എന്താണ് പമ്പ് ചെയ്യുന്നത്? സ്ട്രോക്ക് വോളിയമാണ്. ഓപ്ഷൻ 2 സ്ട്രോക്ക് വോളിയം. ഓക്കെ. 163. കാർഡിയാക് ഔട്ട്പുട്ട് ഇൻ എ പേഴ്സൺ ഈസ് 5,500 ml and his stroke volume is 50 ml. What would be the number of heartbeats per minute? നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് പെർ മിനിറ്റ് എന്ന് പറയുന്ന ഹാർട്ട് ബീറ്റ് റേറ്റ് നമുക്ക് പറയാം. അത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർത്ത് വെച്ചോണം. ഇക്വേഷൻ ഏതാണ്? കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് ബീറ്റ് റേറ്റ് ആണ് കേട്ടോ. ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പം കാർഡിയാക് ഇത് തന്നിട്ടുണ്ട്, കാർഡിയാക് ഔട്ട്പുട്ട് 5,500 ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം തന്നിട്ടുണ്ട് 50 ml ആണ് ഇൻറ്റു ഹാർട്ട് ബീറ്റ് റേറ്റ് ആണ്. ഓക്കെ ഇൻറ്റു ചെയ്തേക്കുന്ന സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലേ? 5,500 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 110 എന്ന് കിട്ടും. ഓക്കെ, ഹാർട്ട് ബീറ്റ് റേറ്റ് എത്രയാണ്? എത്ര വരും? 110. ആൻസർ വരിക 110 ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ്. ഓക്കെ. 164. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ്സ് SA നോഡ് ദാറ്റ് ലീഡ്സ് ടു ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ്. ചെയ്യാത്തതാണ്. ഇൻക്രീസ് നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്. ശരിയാണ് കേട്ടോ. സിമ്പത്തറ്റിക് സിസ്റ്റം ആകുമ്പം ഹാർട്ട് ബീറ്റ് കൂടും, സ്ട്രെങ്ത് ഓഫ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. പക്ഷേ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യലും കൂടുക ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുമല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇത് വരും ഓപ്ഷൻ 4 ആണ്. 164 ആൻസർ ഓപ്ഷൻ 4. 165. ഇൻ എ സ്റ്റാൻഡേർഡ് ECG ദ എൻഡ് ഓഫ് T വേവ് ഡിനോട്ട്സ്. T വേവ് എൻഡ് ആവും എന്ന് പറഞ്ഞാൽ എന്താ വരിക? എൻഡ് ഓഫ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ് കേട്ടോ. എൻഡ് ഓഫ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഓർത്ത് വെക്കണം. യെസ്. 166. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ്. വായിച്ചു നോക്കുക. റെസ്പിറേറ്ററി റിതം സെന്റർ ഈസ് പ്രസന്റ് ഇൻ ദ മെഡുലാർ റീജിയൻ ഓഫ് ദ ബ്രെയിൻ. ശരിയാണ്.
ന്യൂറൽ സിഗ്നൽസ് ഓൺ ന്യൂമോടാക്സി സെൻറ്റർ ഇൻ ദ പോൺസ് റീജിയൻ ഓഫ് ഹൈൻ ബ്രെയിൻ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പോൺസ് ഇരിക്കുന്ന ഹൈൻ ബ്രെയിനിലാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇൻക്രീസ് അല്ല, ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 2 ആണ്. ബാക്കി രണ്ടും ശരിയാണ് കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അത് രണ്ടും ശരിയാണ്. യെസ്. 167. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി ആൻഡ് ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ഓൺലി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ഹാർട്ട് ആർ ഓട്ടോ റെഗുലേറ്റഡ് ബൈ നോഡൽ ടിഷ്യൂ. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ശരിയാണ് കേട്ടോ. ന്യൂറൽ സിഗ്നൽസ് ത്രൂ സിമ്പതറ്റിക് നെർവ്സ് ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. സിമ്പതറ്റിക് സിസ്റ്റം ഓൺ ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. ന്യൂറൽ സിഗ്നൽസ് ടു പാരാസിമ്പതറ്റിക് സിസ്റ്റം ഇൻക്രീസ് അല്ല കേട്ടോ, ഡിക്രീസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. ഡിക്രീസ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. അഡ്രീനൽ മെഡുലറി ഹോർമോൺസ് ക്യാൻ ഡിക്രീസ് അല്ല, ഇൻക്രീസ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ടിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് അഡ്രീനൽ മെഡുലറി ഹോർമോൺസ്. അപ്പോൾ ഏത് വരും? നമ്മുടെ ആൻസർ ഏത് വരും? രണ്ടും എയും ബിയും മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 3 ആണ്, എ ആൻഡ് ബി. യെസ്. 168. അസേർഷൻ റീസൺ ആണ്. ഹാർട്ട് ഫെയിലിയർ മീൻസ് ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. വളരെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് അസേർഷൻ. ഇനി റീസൺ നോക്കിയേ. ഡ്യൂറിങ് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ് എന്നുള്ളത് എന്തിൻ്റെ ഫീച്ചറാണ്? കാർഡിയാക് അറസ്റ്റിൻ്റെയാണ് കേട്ടോ, കാർഡിയാക് അറസ്റ്റിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ റീസൺ തെറ്റാണ് അല്ലേ? റീസൺ തെറ്റല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എ ശരിയാണ്, എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 169. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് ആൻ അത്ലറ്റ് ഡ്യൂറിംഗ് എക്സസൈസ് വിൽ മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓർഡിനറി മാൻ. ഒരു അത്ലറ്റിൻ്റെ ഓട്ടോമാറ്റിക് കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. റീസൺ പറയാണ്. കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ ബോഡീസ് എബിലിറ്റി ടു ആൾട്ടർ ദ ഹാർട്ട് റേറ്റ് ബട്ട് നോട്ട് സ്ട്രോക്ക് വോളിയം. പ്രശ്നമുണ്ടോ? റീസൺ തെറ്റാണ് കേട്ടോ. കാരണം എന്താ? കാർഡിയാക് ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഹാർട്ട് റേറ്റ് ആൾട്ടർ ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രോക്ക് വോളിയം ആൾട്ടർ ചെയ്തുകൊണ്ടും കാർഡിയാക് ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരാം. അല്ലാതെ ഹാർട്ട് റേറ്റ് മാത്രം ആൾട്ടറേഷൻ വന്നുകൊണ്ടല്ല കാർഡിയാക് ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ റീസൺ തെറ്റായി പോയില്ലേ? അപ്പോൾ ഏത് വരും ഓപ്ഷൻ? Assertion is true but R is false. Option 3 ആണ്. 170. Choose the incorrect match among the following with respect to blood circulation. പൾമണറി വെയിൻ ലങ്സിൽ നിന്ന് വരുന്നതാണ് അല്ലേ. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹെഡിലേക്ക് എത്തിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. ഇൻഫീരിയർ വീന കേവ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹെഡിലേക്ക് എത്തിക്കുന്നു, പ്രശ്നമൊന്നുമില്ല, ശരിയാണ്. ഡോർസൽ അയോട്ട ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹെഡിൽ നിന്ന് കൊണ്ടുപോകുന്നു, അതിലും പ്രശ്നമൊന്നുമില്ല. ഇനി സുപ്പീരിയർ വീനക്കേവ ഇൻഫീരിയർ വീനക്കേവ പോലെ തന്നെയാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണോ? അല്ല. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. സുപ്പീരിയർ വീനക്കേവ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അല്ല, എന്താണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഇൻ തിന്നർ ഇൻ വെയിൻസ് വെൻ കമ്പയർഡ് ടു ആർട്ടറീസ്. ഇപ്പോൾ ആർട്ടറിയും വെയിനും നമ്മൾ നോക്കുമ്പോൾ 3 ലെയേഴ്സ് കാണാം. ഔട്ടറിലുള്ളത് ട്യൂണിക്ക എക്സ്റ്റേണ, ഇന്നറിലുള്ളത് ട്യൂണിക്ക ഇൻറ്റിമ അല്ലെങ്കിൽ എൻഡോത്തീലിയം എന്ന് പറയും, മിഡിലുള്ളതാണ് ട്യൂണിക്ക മീഡിയ. ഇത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെയിൻസിലെ ഈ ട്യൂണിക്ക മീഡിയ ഭയങ്കര തിന്നറായിരിക്കും. അവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. 172. Select the incorrect statement among the following. During ventricular systole, tricuspid and bicuspid valves closed. ശരിയാണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കുമ്പോൾ ഇത് രണ്ടും ക്ലോസ് ആയിട്ടിരിക്കും. ഇനിയും ഡ്യൂറിങ് ജോയിന്റ് ഡയസ്റ്റോൾ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൾസ് റിമെയിൻ ഓപ്പൺ, അതും ശരിയാണ് അല്ലേ. ഡ്യൂറിങ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സെമിലൂണാർ വാൾസ് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. സെമിലൂണാർ വാൾസ് ഓപ്പൺ അല്ല കേട്ടോ, അത് തെറ്റാണ്. SNO ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിച്ച് സ്റ്റിമുലേറ്റ് ബോത്ത് ഏട്രിയ കോസിങ് ഏട്രിയൽ സിസ്റ്റോൾ, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 173. മേജർ പ്രോട്ടീൻസ് ഇൻ ബ്ലഡ് പ്ലാസ്മ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ആൽബുമിൻ, ഗ്ലോബുമിൻ, ഫൈബ്രിനോജൻ, ഓപ്ഷൻ 1 ആണ്. ഇനി 174. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർട്ട്സ് അല്ലേ. ഇതിൽ ചോദ്യം ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, ഇൻകറക്റ്റ്. രോഗു ഫിഷ് ആണ്, 2 ചേമ്പേർഡ് ആണ്, സിംഗിൾ സർക്കുലേഷൻ ആണ്, ശരിയാ, കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്രോഗ് എന്ന് പറയുമ്പം 3 ചേമ്പേർഡ് ആണ് അല്ലേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്, അതിലും പ്രശ്നമൊന്നുമില്ല. ഇനിയും ക്രൊക്കഡൈൽ ഒരു റെപ്റ്റൈലാണ്, റെപ്റ്റൈൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്, 3 ചേമ്പേർഡ് ഹാർട്ടാണ്. പക്ഷേ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട് കേട്ടോ, ക്രൊക്കഡൈലിൽ 3 ചേമ്പർ അല്ല കേട്ടോ, 4 ചേമ്പേർഡ് ആണ്, 4 ചേമ്പേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡബിൾ സർക്കുലേഷനാണ്. സാധാരണ റെപ്റ്റൈൽസ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ, പക്ഷേ ക്രൊക്കഡൈലിന് ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ ആണോ? അല്ല. ഓക്കെ, അതുകൊണ്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 3 ആണ്. ഹ്യൂമൻ ബീങ്സ് 4 ചേമ്പേർഡ് ആണ്, ഡബിൾ സർക്കുലേഷൻ നമുക്കറിയാം. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 3. 175. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എക്സെപ്റ്റ്. കണ്ടക്റ്റിംഗ് പാർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, എവിടം വരെയാ? ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ. പിന്നെയുള്ള ആൽവ്യുലാർ ഡക്റ്റും ആൽവ്യുളയും എന്താണ്? റെസ്പിറേറ്ററി പാർട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ പാർട്ടാണ് കേട്ടോ. യെസ്. നാച്ചുറൽ ആൻറ്റികൊയാഗുലൻറ്റ് ഹെപ്പാരിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഇതിൻ്റെ ആൻസർ ആരാ? ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ലിവർ സെൽസും ഉണ്ട്, മാസ്റ്റ് സെൽസും ഉണ്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.
177. Complete the analogy with respect to disorders of circulatory system. Angina pectoris, acute chest pain. ശരിയാണ് അല്ലേ? ആർത്രോസ്ക്ലീറോസിസ് നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കാം. ഹെഡ് സ്റ്റോപ്സ് ബീറ്റിംഗ്, ഏതാത്? കാർഡിയക് അറസ്റ്റ്. ഹാർട്ട് മസിൽ ഈസ് ഡാമേജ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ഓക്സിജൻ, അത് ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലേ? നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽ ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ, വളരെ ശരിയായ ആണ്, ആർത്രോസ്ക്ലീറോസിസ് ആണ്. കഞ്ചക്ഷൻ ഓഫ് ലങ്സ് എന്ന് പറയുന്നത് കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു സിംറ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. 178. The rate of inspiration increases during exercise due to എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇൻസ്പിറേഷൻ്റെ റേറ്റ് കൂടുന്നത് അല്ലെ ബ്രീത്തിങ് കൂടുന്നത്? നമുക്കറിയാം H+ഉം CO2 ആണ് ഇതിന് ഡിറ്റർമൈൻ ചെയ്യുക. ഹൈ H+ കോൺസെൻട്രേഷൻ ഓക്സിജൻ ബ്ലഡ് ശരിയാണ്. അതുപോലെ തന്നെ ലോ PCO2 കരോട്ടറി ആർട്ടറി ഇല്ല, വരത്തില്ല. ഹൈ PO2 ഇൻ മൾബറി ആർട്ടറി, കാരണം ഓക്സിജൻ റോളൊന്നുമില്ല, അത് വരത്തില്ല. ഹൈ PCO2 ഇൻ ആർട്ടറി ബ്ലഡ് അല്ലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പം ഇവിടെ വരുന്ന എയും ഡിയുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം only A and D. Option 2 ആണ് correct answer. 179. Choose the incorrect statement regarding blood groups and donor incompatibility. അല്ലേ, ഇതിൽ an individual with blood group O is a universal donor. donor ആണ്, ശരിയാണ്. During blood transfusion, antibodies from donor's blood enter the blood of the recipient. അത് സാധ്യതയുണ്ട്. ബ്ലഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് അവിടെ ആൻറ്റിബോഡീസ് റെസിപ്പിയൻറ്റിൽ എത്താം, കുഴപ്പമൊന്നുമില്ല. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ആൻറ്റിബോഡീസ് ഫ്രം ഡോണേഴ്സ് ബ്ലഡ് റിസ്റ്റോയ് ദ റെസിപ്പിയൻസ് RBC. വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ ഈ ബ്ലഡ് ഇൻകോമ്പാറ്റിബിലിറ്റി നടക്കുമ്പം ഡോണറിൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിബോഡീസ് കയറി റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡീസ് അല്ല റെസിപ്പിയൻറ്റിൻ്റെ RBC അറ്റാക്ക് ചെയ്യുമല്ല, റെസിപ്പിയൻറ്റിൻ്റെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസ് വരുന്ന ഡോണറിൻ്റെ ബ്ലഡിലെ RBCനെ കയറി അറ്റാക്ക് ചെയ്യുക ചെയ്യുന്നത്. അത് ഓർമ്മ വെച്ചോണം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മറ്റേത് രണ്ട് ശരിയാണ് കേട്ടോ. ആൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഹാവ് ആൻറ്റിബോഡീസ് അഗൈൻസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻസ് പ്രസൻറ്റ് ഓൺ ദെയർ RBCs. ഇപ്പോൾ എ ഗ്രൂപ്പുകാരനാണെങ്കിൽ എ ആൻറ്റിജൻ, എ ആൻറ്റിബോഡി കാണോ? ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. 179 ആൻസർ ഓപ്ഷൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ട്രൂ ഓർ ഫോൾസ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് കാർഡിയാക് സൈക്കിൾ ഇൻ 0.8 സെക്കൻഡ് വിച്ച് ക്യാൻ ബി ആൾട്ടേർഡ് ഇൻ ഫിയർ ഓർ ഫൈറ്റ് കണ്ടീഷൻസ്. മാറാം, ശരിയായ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലേ. റാപ്പിഡ് പാസീവ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് വെൻ ഓറിക്കിൾസ് ആർ ഇൻ ഡയസ്റ്റോൾ ആൻഡ് ദ ഏട്രിയോ വെൻട്രിക്കുലാർ വാൾസ് റിമെയിൻ ക്ലോസ്ഡ്. അത് പ്രശ്നമാണ്, അത് ഫോൾസ് ആണ് കേട്ടോ. ഏട്രിയോ വെൻട്രിക്കുലാർ വാൾ റിമെയിൻ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. സെമി ലൂണാർ വാൾസ് ഓപ്പൺ വെൻ ഇൻട്രാ വെൻട്രിക്കുലാർ പ്രഷർ എക്സീഡ്സ് ദ പ്രഷർ വിത്തിൻ അയോട്ട. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സൈനോമെട്രിയൽ നോഡ് കംപ്രൈസസ് ഓട്ടോ എക്സൈറ്റബിൾ ടിഷ്യൂ, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ വരിക ഓപ്ഷൻ 1 ആണ് അവിടെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എക്സാം. ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു, എല്ലാവർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.